Good evening. ഇപ്പോൾ നമ്മൾ നല്ലൊരു സെഷനായിട്ടാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത്രയും കൺസെപ്റ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനിലും കുറച്ചൊക്കെ ലോജിക് എന്നുള്ള സാധനം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഇനി ഇതുവരെ ആ ലോജിക് എന്നുള്ള സാധനം ആ തോട്ട് പ്രോസസ്സിലൂടെ പോയിട്ടില്ലെങ്കിൽ ആ തോട്ട് പ്രോസസ്സിലൂടെ പോകാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു സെഷനായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങൾ ഈ ലിങ്ക് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ ഉറപ്പ് തരാണ് ഇനിയുള്ള 1.5 മണിക്കൂർ ഇന്നലത്തെ മാതിരി എന്തായിരിക്കില്ല, സിമ്പിൾ വെറുതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. അങ്ങനെയല്ല, അത്ര ടഫ് ക്വസ്റ്റ്യൻസ് എന്നല്ല, മറിച്ച് കുറച്ചൊന്ന് ചിന്തിച്ച് നമുക്ക് കുറച്ചൊന്ന് ബേസ് സ്ട്രോങ് ആകാനുള്ള ക്വസ്റ്റ്യൻസ് ആകും. അപ്പോൾ എല്ലാവരും നിങ്ങൾ ലിങ്കൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്കൊരു 3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 7:02 7:05 നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പം അവിടെ നിങ്ങളെ കോൺസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ഇന്നലെ പറഞ്ഞ പോലെ കോൺസ്റ്റൻ്റ് എനിക്ക് ഫീഡ്ബാക്ക് തരണം. എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടെന്നും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. എന്നാൽ എനിക്ക് ആ പേസൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ ചില കുട്ടികൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പാഠം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ആരോ ഒരു എക്സ് എന്ന് പറഞ്ഞ ലെക്ചർ എടുത്തു തന്ന പാഠമാണ്. ഓക്കെ, അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താകെ ചെയ്യുന്നത്, ഞാൻ കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പം അതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ആ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരുമ്പം ആ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലെന്താണുള്ളത്, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, നിങ്ങളിതൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട് എന്നുള്ള മനസ്സിലൂടെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നത്, സ്പീഡ് പറയുന്നതൊക്കെ. അപ്പം ഞാനിത് ഫസ്റ്റ് ഹാൻഡിലാണ് ഈ പാടെടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ആവിലെ പാടൊക്കെ ഏറ്റവും ഗ്രാസ് റൂട്ടിലായിട്ട് അത്രയും സ്ലോ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി ഉറപ്പിച്ചാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എനിക്ക്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സെഷൻ്റെ ഇപ്പോഴത്തെ രീതി അങ്ങനെയല്ല, മറിച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ ഒരു റിവിഷൻ പോലെയാണ് നമ്മൾ ഈ സെഷൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഒന്ന് റീക്യാപ്പ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് റീകോൾ ചെയ്ത് കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിയാന ചോദിച്ചാൽ ഇന്നലെ ചെയ്തുള്ള സ്ക്രൂ ഗേജിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞു തരുമെന്ന്. ഇവിടെ സ്ക്രൂ ഗേജ് നമ്മൾ ആകെ സ്ക്രൂ ഗേജ് നിങ്ങൾക്ക് അറിയേണ്ട ഇക്വേഷൻ, സ്ക്രൂ ഗേജ് ആയാലും അല്ലെങ്കിൽ വെർനിയർ കാലിപ്പർ ആയാലും അത് ആകെ ചോദിക്കുന്നത് നിങ്ങൾ ലീസ്റ്റ് കൗണ്ട് എന്നാണ്. രണ്ടും ലീസ്റ്റ് കൗണ്ടിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ലീസ്റ്റ് കൗണ്ട് മറ്റേ സ്ക്രൂ ഗേജിൽ വരുമ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്താണ്, പിച്ച് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് സർക്കുലർ സ്കെയിൽ. മറ്റേതാണെങ്കിലോ മറ്റേ ലീസ്റ്റ് കൗണ്ട് ആണ് 1 MSD - 1 VS. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ പഠിക്കണതേ ഉള്ളൂ, മനസ്സിലായോ? ഇനി ഇതിൽ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. പിച്ച് ചില ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി പിച്ച് = 2 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും സ്ക്രൂ ഗേജിൽ. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി മറ്റേ നമ്പർ ഓഫ് ഡിവിഷൻസ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിച്ച് ഡയറക്റ്റായിട്ട് പിച്ച് എന്ന് വാക്ക് ഉപയോഗിച്ചിട്ട് അവർ പറയും ഒരു ഫുൾ റൊട്ടേഷൻ തിരിയുമ്പോൾ സ്ക്രൂ ഇത്ര മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ എന്ന് പറയും. അതും എന്ത് തന്നെയാണ്, പിച്ച് തന്നെയാണ്. അപ്പോൾ പിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, ടോട്ടൽ നമ്പർ ജസ്റ്റ് ഡിവൈഡ് ചെയ്യായിരിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആദ്യം എന്താ തന്നില്ല, മെയിൻ സ്കെയിൽ റീഡിങ് നമുക്ക് 5 മില്ലിമീറ്റർ പോയിട്ടുണ്ട്. ഓക്കെ, സർക്കുലർ സ്കെയിൽ 25 ഡിവിഷൻസ് മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 25 ഡിവിഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഓരോ ഡിവിഷൻ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ആ സ്ക്രൂ ഗേജിന് അളക്കാൻ പറ്റുന്നത് 0.001 സെൻറ്റിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ 25 അങ്ങനത്തെ ഡിവിഷൻസ് മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെയിൻ സ്കെയിൽ റീഡിംഗ് ആയിട്ടുള്ള 5 മില്ലിമീറ്റർ ഉണ്ട്. സർക്കുലർ സ്കെയിൽ 25 ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ഡിവിഷൻ 0.001 ആണെങ്കിൽ സർക്കുലർ സ്കെയിൽ എത്ര അവിടെ 25 × 0.001 സെൻറ്റിമീറ്റർ. ഇതാണ് ശരിക്കത്തെ റീഡിംഗ്. ഇനി ഇതിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ആക്യുറേറ്റ് ആകാൻ വേണ്ടി ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് 0 എറർ എന്നുള്ള സാധനം തന്നെ. അപ്പോൾ 0 എറർ നമ്മൾ ഇതിന് സബ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ അത് -0.04 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവുന്നു. അങ്ങനെ എല്ലാത്തിനും പിടിച്ച് ആഡ് ചെയ്ത് നിങ്ങൾ ആൻസറായി. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് നല്ലൊരു സെഷൻ തുടങ്ങാം. അപ്പം എല്ലാവർക്കും പോലെ ഇന്നും നിങ്ങൾക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ തരുന്നതായിരിക്കും. ഇന്നലെ തന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആയി പോയി. കുറേ പേര് അപ്പം തന്നെ ഗൂഗിൾ ചെയ്തൊരു ഉത്തരം കണ്ടുപിടിച്ച് എന്നുള്ള ഒരു കംപ്ലയിൻ്റ് ഒക്കെ കേട്ടിട്ടുണ്ട്. ആ കള്ളന്മാരൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ഒന്ന് അടിച്ചാൽ കിട്ടാത്ത ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മറിച്ച് നിങ്ങൾ ചെയ്താൽ മാത്രം കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതുവരെ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ഡോപ്പ ക്യാപ്സ് നൽകും. ഫ്രീ ആയിട്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ ഡോപ്പ ക്യാപ്സ് നൽകുന്നതായിരിക്കും. അപ്പം
നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠത്തിലുള്ള ബേസിക് ഇക്വേഷനൊക്കെ എല്ലാം അറിയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പാഠത്തിന് ബേസിക്കലി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ സെക്ഷനാണ്. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ, ഡിസ്റ്റൻസ് എന്താ, സ്പീഡ് എന്താ, വെലോസിറ്റി എന്നിവർ നമ്മുടെ റിലേഷൻസ് എന്താ, അങ്ങനത്തെ എക്സ്ട്രാ സാധനങ്ങൾ. രണ്ടാമത്തെ സാധനം എന്താണ്, ഗ്രാഫുകളാണ്. ഓരോ ഗ്രാഫ്, എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്, എ ടി ഗ്രാഫ്, ഇതിൻ്റെ ഇടയിലുള്ള സ്ലോപ്പ് എന്ത്, ഏരിയ എന്ത്, അങ്ങനത്തെ സാധനം. മൂന്നാമത്തതാണ് എന്ത്, ആവറേജ് വെലോസിറ്റി അല്ലെ. ആവറേജ് വെലോസിറ്റി ആകുമ്പം ഡിസ്റ്റൻസ് ഈക്വൽ ആകുമ്പം ടൈം ഈക്വൽ ആകും, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ അവസാനത്തെ ഈ പാഠത്തിൻ്റെ സോൾ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നുള്ളതാണ് അല്ലേ. നമുക്ക് എത്ര ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്, ബേസിക്കലി എത്ര ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്, 3 ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട് അല്ലേ. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. പിന്നെ കുറച്ച് എക്സ്ട്രാ എസ് എൻത്തിലെ വെലോസിറ്റി ഉണ്ട്. പിന്നെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിന് വേറെ വേരിയേഷൻസ് ഉണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം പിന്നെന്താ പറയാനുള്ളത്, അപ്പോൾ ഇതാണ് ബേസിക്കലി പാഠം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏറ്റവും വലിയ പാഠത്തിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ, എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, സാറേ ഇതൊക്കെ എനിക്കറിയാം പക്ഷേ ഈ ഇക്വേഷൻ എവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യനിൽ ചില ക്വസ്റ്റ്യനിൽ ഒരു ഇക്വേഷൻ വഴി മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നില്ല. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ പല ഇക്വേഷൻ 2-3 വട്ടം 2-3 ഇക്വേഷൻ തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടും. മനസ്സിലായി? ഞാൻ ചെയ്ത വഴി തന്നെ നിങ്ങൾ ചെയ്താൽ ഉത്തരം കിട്ടും എന്നുള്ള സാധനം എന്തിലില്ല, 1 ഡയമെൻഷനില്ല. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയും പോകും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും 1-2 തോട്ട് പ്രോസസ്സ് ഞാൻ പറയാൻ ശ്രമിക്കാം. ഓക്കെ, ബേസിക്കലി ഇത്രയോടെ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷനാണ്, ഏത് ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്ന കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യനിൽ കുറേ പറഞ്ഞ ഇടയിൽ കൂടി ഒരു വി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും, യു എന്ന് പറയുന്നുണ്ടാവും, എ എന്ന് തന്നിട്ടുണ്ടാവും. നിങ്ങൾ ടി ആവും ചോദിച്ചാൽ അത് കുറേ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്ന സാധനം വി ഇസ് ഈക്വൽ ടു 24, യു ഇസ് ഈക്വൽ ടു 5, എ ഇസ് ഈക്വൽ ടു 10, അങ്ങനെ ടൈം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80. അങ്ങനെ നിങ്ങൾ തന്ന ഡാറ്റ എങ്ങനെ എഴുതുക, നിങ്ങൾ നോക്കുക, 3 കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏത് മച്ചാനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഈ 4 കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് മനസ്സിലെങ്കിൽ അപ്പം പറയാം. നല്ലൊരു ആദ്യം കുറച്ചൊന്ന് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് കളിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. പിന്നെ ടഫ് എന്നല്ല, നമുക്ക് കുറച്ച് ആലോചിക്കാനുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉത്തരം വേഗം കണ്ടുപിടിച്ച് തന്നേടാ. ഇതൊരു 10 സെക്കൻഡ് സമയം ഞാൻ തരാം. ഇതൊന്ന് വേഗം കണ്ടുപിടിച്ചേടാ. A particle travels A to M along a straight line with velocity 8 meter per second and M to A with a velocity of 2 meter per second. Then the average velocity for the whole journey is. വേഗം പറഞ്ഞേ. അപ്പോൾ നമുക്കറിയാം അല്ലേ, എന്താ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്, എ എന്നുള്ള പോയിന്റ് ഉണ്ട്, ഓക്കെ, എം എന്നുള്ള പോയിന്റ് ഉണ്ട്. എ എന്നുള്ള പോയിന്റിൽ നിന്ന് എം എന്നുള്ള പോയിന്റിലേക്ക് അദ്ദേഹം എത്ര സ്പീഡിലാണ് പോയിട്ടുള്ളത്, 8 മീറ്റർ പെർ സെക്കൻഡിലാണ് പോയിട്ടുള്ളത് അല്ലേ. തിരിച്ച് 2 മീറ്റർ പെർ സെക്കൻഡിലാണ് തിരിച്ച് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി അല്ലേ, ആവറേജ് വെലോസിറ്റി എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് ഒരു എക്സ് ഡിസ്റ്റൻസ്, ഇത് ഒരു എക്സ് ഡിസ്റ്റൻസ്, രണ്ടും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ ഡിസ്റ്റൻസ്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മോഷൻ ഒരു വി വെലോസിറ്റി പോകുന്നു, നെക്സ്റ്റ് ഹാഫ് ഓഫ് ദ മോഷൻ ഒരു വി വെലോസിറ്റി പോകുന്നു. അതേപോലെ തന്നെ അല്ലേ, ഫസ്റ്റ് ഹാഫ് ഓഫ് ദി മോഷൻ അതേ സെയിം നെക്സ്റ്റ് ഹാഫ് ഓഫ് ദി മോഷൻ, അങ്ങനെ 2 ഹാഫ് ഓഫ് ദി മോഷൻ സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ, നമ്മൾ ഒരു ഡിസ്റ്റൻസിനെ ഒരു ഹാഫ് ആക്കുകയാണെങ്കിൽ കറക്റ്റ് ഡിസ്റ്റൻസ് ആക്കുന്ന ഇക്വേഷൻ എന്താടാ, 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. അപ്പോൾ നമ്മൾ എഴുതുന്നു 2 ഇൻറ്റു v1 8, v2 എത്രയാ, v2 എത്രയാ 2, v1 എത്രയാ 8 പ്ലസ് 2, ദാറ്റ് ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു 16 ബൈ 10, ദാറ്റ് ഈസ് ഇക്വൽ ടു 32 ബൈ 10, ദാറ്റ് ഈസ് ഇക്വൽ ടു 3.8 മീറ്റർ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ഇക്വൽ ടു പൊട്ടത്തെറ്റ് അല്ലേ. അത് തെറ്റാ. എന്തുകൊണ്ടാണ് തെറ്റ്? നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, a particle travels from A to M along a straight line with a velocity 8 meter per second and from M to A 2 meter per second. അപ്പോൾ നമുക്കറിയാം ഒരു ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ശരി, അടുത്ത ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് 2 ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഈക്വൽ ഡിസ്റ്റൻസ് 2v1 v2 ഒക്കെയാണ്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ പ്രശ്നം നമ്മുടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ആവറേജ് വെലോസിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ പണ്ട് മുതലേ എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബേസിക് ഡെഫിനിഷനാണ് എല്ലാ ക്വസ്റ്റ്യനും ഉപയോഗിക്കേണ്ടത്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താടാ മക്കളെ, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ
ടൈം എന്നാണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ്. ഈ ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? എയിൽ നിന്ന് തുടങ്ങി എമ്മിലോട്ട് പോയി തിരിച്ച് എയിലോട്ട് തന്നെ വന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താടാ? 0 ബൈ എത്ര ടൈം ആയിക്കോട്ടെ. യുവർ ആൻസർ ഈസ് 0. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഈസ് ദാറ്റ് ക്ലിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ? मेरी प्यारी भाई और बहनों, इज दैट ക്ലിയർ അല്ലടാ? അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തോട്ട് പ്രോസസ് മനസ്സിലായി. അപ്പോൾ നിങ്ങളോട് ഇപ്പം ഇൻ കേസ് ആവറേജ് വെലോസിറ്റി പകരം ഈ വേർഡ് മാറ്റിയിട്ട് ഇവിടെ ആവറേജ് സ്പീഡ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആൻസർ എന്താ അവിടെ? അപ്പോൾ നിങ്ങൾ ആൻസർ 3.2 ആവും. ഓക്കെ, ആവറേജ് ഡിസ്റ്റൻസ് അല്ലേ? നമ്മൾ അപ്പോൾ ഡിസ്റ്റൻസ് എടുത്താൽ മതി അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇപ്പോൾ നമ്മൾ അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റിനോട്ട് പോകുന്നു. വേഗം ഉത്തരം പറഞ്ഞേ എല്ലാവരും. ഷടപടെ ഉത്തരം പറഞ്ഞേ. നോക്കാം. Which of the following curves does not represent motion one dimension? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ. ഗ്രാഫിന് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്കറിയാം ഞാൻ ഫസ്റ്റത്തെ സാധനം സൂക്ഷിച്ച് നോക്കുന്നു. ഫസ്റ്റ് നോക്കുമ്പോൾ ടൈം കൂടും തോറും വെലോസിറ്റി കൂടുന്നു കുറയുന്നു. കുഴപ്പമില്ല, പോസിബിൾ ആയിട്ടുള്ള സാധനമാണ്, ഇത് പോസിബിൾ ആണ്. അടുത്ത് ഞാൻ സിയിലോട്ട് നോക്കുന്നു. സിയിലോട്ട് നോക്കുമ്പോൾ ടൈം കൂടുന്നു, വെലോസിറ്റി എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നു, അതും കുഴപ്പമില്ല, പോസിബിൾ ആണ്. ഡിയിലോട്ട് നോക്കുമ്പം കൂടുന്നു കുറയുന്നു, ഇതും പോസിബിൾ ആണ്. പക്ഷേ ബിയിലോട്ട് ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഈ ഒരു ടൈം എടുക്കുമ്പോൾ ഒരു ബോഡിക്ക് 2 വെലോസിറ്റി അല്ലേ? 2 വെലോസിറ്റി, ഈ വെലോസിറ്റി ഒരേ ബോഡിക്ക് 2 വെലോസിറ്റി സാധ്യമാണോ സുഹൃത്തുക്കളെ? സാധ്യമല്ല. അപ്പോൾ ദിസ് ഈസ് ദ റോങ് ഓപ്ഷൻ അല്ലേ? സിമ്പിളായിട്ടുള്ള സാധനം, വളരെ സിമ്പിളായിട്ടുള്ള സാധനം അല്ലേ? എല്ലാവർക്കും അറിയാം. ഇനി ഇതൊന്ന് വേഗം കണ്ടുപിടിച്ചത്. അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളെ കളിയിലോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇട്ടതാണ്. അടുത്ത കുറച്ച് കൺസെപ്ച്വൽ ആയിട്ടുള്ള കുറച്ച് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂടാ. ഇതൊക്കെ ചെയ്യാൻ പറ്റും, അതും സിമ്പിൾ. ഒന്ന് ആലോചിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇതിന് ഉത്തരം വേഗം പറഞ്ഞടാ. എല്ലാവരും പടച്ചടി പറഞ്ഞേ, വേഗം പറഞ്ഞേ. അത് നിങ്ങൾക്ക് എൻ്റെ ഒപ്പം തന്നെ ഇല്ലേ? നിങ്ങൾ മനസ്സിലാവുന്നില്ലേ? ഇപ്പം ഈ ലൈവിൻ്റെ ഇടയിലൊക്കെ ആരെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോകണ്ട. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഡിഫറെൻറ്റ് അപ്രോച്ചാണ്, ഡിഫറെൻറ്റ് സാധനമാണ്. ഇതിൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ കേട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ആരും ലൈവിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല. നല്ല ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം ഉറപ്പ് തരുവാണ്, നിങ്ങൾ എൻ്റെ ഒപ്പം ഇരിക്കുന്ന ഈ 1.5 മണിക്കൂർ ശരിക്കും നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. ശരിക്കും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉള്ള സാധനം കിട്ടിയിട്ടേ നിങ്ങൾ ഈ ലൈവിൽ നിന്ന് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം ഇരിക്കുക. ഓക്കെ, 1.5 മണിക്കൂർ നിങ്ങൾ വെറുതെ സീരിയൽ കാണുന്ന, വെറുതെ ഈ സമയത്ത് നിങ്ങൾ മറ്റേ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വെറുതെ ആവശ്യമില്ലാത്തവരൊക്കെ സംസാരിച്ച് സമയം കളയുന്ന ഈ സമയം വെറുതെ എൻ്റെ ഒപ്പം ഇരുന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു സുഹൃത്തുക്കളെ? നല്ലൊരു എന്ത് കിട്ടുന്നു? ഒരു ഐഡിയ കിട്ടുന്നു. എന്തൊക്കെ ഞാൻ പറയുന്നല്ലേ? അവിടെ ഉത്തരം എന്താ? ഓക്കെ, ഗുഡ്. കുറേ പേര് ഉത്തരം പറയുന്നത്. ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അലോങ് എ സ്ട്രേറ്റ് ലൈൻ ഇസ് ഡിസ്ക്രൈബ് ബൈ ദ ഇക്വേഷൻ x is equal to 8 plus 12t minus t cube, where x is in meters and t in seconds. The retardation of the particle when its velocity becomes 0. എന്താ ചോദിച്ചിട്ടുള്ളത്? വെലോസിറ്റി 0 ആവുമ്പോഴുള്ള റിട്ടാർഡേഷൻ എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ വെലോസിറ്റി ഇക്വേഷൻ കാണണം, അത് 0 ആവുന്ന ടൈം എപ്പോഴാണെന്ന് നോക്കണം, ആ ടൈമിലുള്ള ആക്സലറേഷൻ നോക്കണം. ഒന്നുകൂടി പറയാം, റിട്ടാർഡേഷൻ എപ്പോഴത്തെ റിട്ടാർഡേഷൻ ചോദിച്ചാൽ വെലോസിറ്റി 0 ആവുമ്പോഴുള്ള റിട്ടാർഡേഷൻ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വെലോസിറ്റി 0 ആവുന്ന ടൈം നോക്കുന്നു, ആ ടൈമിലുള്ള റിട്ടാർഡേഷൻ ഞാൻ നോക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ x is equal to 8 plus 12t minus t cube. ഇത് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ v is equal to 0 plus 12 minus 3t square. ഓക്കെ, ഇനി ആക്സലറേഷൻ ഇതിനൊന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ എന്താണ്? ആക്സലറേഷൻ is equal to 0 plus 0 minus 60. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ is equal to എന്താ? -60 ആണ്. അപ്പോൾ നമ്മുടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ ടൈമിന് ഞാൻ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഈ മച്ചാൻ 0 ആവുന്ന ടൈം എന്ന് വെച്ചാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 12 minus 3t square ആണ്. ഈ വെലോസിറ്റി 0 ആവുമ്പോഴുള്ള ആക്സലറേഷൻ എത്ര എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വെലോസിറ്റി 0, അപ്പോൾ 0 ഈസ് ഈക്വൽ ടു 12 minus 3t square minus 12 is equal to minus 3t square minus plus 12 by 3 is equal to t square is equal to 4 അല്ലെങ്കിൽ t is equal to 2 seconds. അപ്പോൾ വെലോസിറ്റി 0 ആവുന്ന ടൈം എത്രടാ? 2 seconds. അപ്പോൾ ഇതിലുള്ള റിട്ടാർഡേഷൻ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു -6 into 2 that is equal to -12 meter per second square. അപ്പോൾ എന്നോട് ആക്സലറേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതും -12 meter per second square. പക്ഷേ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റിട്ടാർഡേഷൻ എന്നാണ്. അപ്പോൾ എനിക്ക് ആൻസർ ചെയ്തിട്ടുണ്ട് 12 meter per second square. സോ മൈ ആൻസർ ഈസ് 12 meter per second square. അങ്ങനത്തെ ഒരു ഓപ്ഷൻ സൂക്ഷിച്ച് നോക്കുന്നു, ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലടാ?
അല്ലേ? യെസ്, വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞു വെരി ഗുഡ്, വെരി ഗുഡ്. അത് വേഗം കണ്ടുപിടിച്ചേ, വേഗം പടപടെ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം ഈ ഇക്വേഷൻ. ഇങ്ങനത്തെ ക്വസ്റ്റൻ നമ്മൾ ചെയ്യുന്നത് നിങ്ങളെ ആ ഇക്വേഷൻ സാധനങ്ങളൊക്കെ ഒന്ന് റീക്യാപ്പ് പഠിക്കാൻ വേണ്ടിയിട്ടോ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ് വിത്ത് ആൻ ആക്സലറേഷൻ 4/3 m/s² ഇൻ ദ തേർഡ് സെക്കൻഡിൽ ആക്സലറേഷൻ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾ മനസ്സിലാക്കുക, ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ വിചാരിക്കുന്നു. റെസ്റ്റ്, ഡ്രോപ്പ് എന്നൊക്കെ പറയുമ്പം എന്താണ് u = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതെന്തെല്ലാം ക്വസ്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് സെക്കൻഡ് nth സെക്കൻഡ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇക്വേഷൻ എന്താടാ? ഇക്വേഷൻ എന്താ? Snth = u + a/2 × 2n-1 അല്ലേ? a/2 × 2n-1 ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ എന്താ? അപ്പോൾ തേർഡ് സെക്കൻഡ് അല്ലേ? നമുക്ക് തന്നിട്ടുണ്ട് a = 4/3 എന്ന് തന്നിട്ടുണ്ട്, n = 3 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. u = 0 എന്ന് പറഞ്ഞു. സിമ്പിൾ മാത്തമാറ്റിക്സ് a = 4/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 4/3/2 എന്ന് വെച്ചാൽ 4/6 × 2 × 3-1 എന്ന് വെച്ചാൽ 2/3. ഇത് വെട്ടിട്ടാ, 2 ടേബിൾ വെട്ടി. 2/3 × 6-1 which is 5, that is equal to 10/3 meters. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ സുഹൃത്തുക്കളെ? ഉണ്ട്, ഓപ്ഷൻ എ. അവിടെ ഇതൊക്കെ ക്ലിയർ അല്ലേ? അവിടെ മനസ്സിലാകാത്ത പിള്ളേർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഹേ, ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എടാ നിങ്ങളെ ഈ സാധനമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത്ര നല്ലൊരു ക്വസ്റ്റ്യൻസ്, നല്ലൊരു ഐഡിയോളജി. ഞാൻ അടിപൊളി എന്നല്ല പറയുന്നത്, നല്ല ക്വസ്റ്റ്യൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണാമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും വരിക. ഓക്കെ, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ വേഗം പറഞ്ഞേ. 2 bodies of A and B are dropped from heights of 16 meter and 25 meter respectively. The ratio of the time taken by them to reach the ground is. 2 ബോഡീസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈമിൻ്റെ ഇക്വേഷൻ എന്താ? സുഹൃത്തുക്കളെ? ടൈമിൻ്റെ ഇക്വേഷൻ എന്താ ശ്രുതി, നിഹാസൊക്കെ പറഞ്ഞ ടൈമിൻ്റെ ഇക്വേഷൻ എന്താ? സാധനം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ ഷോർട്ട് കട്ട്സ് ഒക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. കാരണം അത്രയും സിമ്പിളാണ്. നമുക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് പറയുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ ബോഡിൻ്റെ ടൈം = √2h/g 2 × 16/g t1. ഇനി T2 എന്ന് പറയുമ്പോൾ √2 × മറ്റെത്ര പറഞ്ഞേ? 25 അല്ലേ? 25/g. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? T1/T2 എന്ന് പറയുന്നത് √16/25 ആണ്, അല്ലെങ്കിൽ 4/5 ആണ്. T1/T2 എന്ന് പറയുന്നത് 4/5 ആണ്. അല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ചെയ്യടാ? നമുക്ക് s = ut + ½ at². അപ്പോൾ ഫസ്റ്റത്തെ ബോഡിയെ ഞാൻ നോക്കുന്നു. എനിക്ക് ഫസ്റ്റത്തെ ബോഡി ഞാൻ എഴുതുന്നു s = ut + ½ at². 16 ഡ്രോപ്പിംഗ് ആണ്, ഈ മച്ചാനില്ല, +½ × a × t². അപ്പോൾ ഇതിൻ്റെ t1². അപ്പോൾ ബേസിക്കലി സെയിം ഇക്വേഷനോട് എത്തുന്നത്. t1² = 2 × 16 ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ g ആണ്, അല്ലെങ്കിൽ t1 = √2 × 16/g. ഓക്കെ, രണ്ട് സെയിം സാധനമാണ്. നമ്മൾ നേരത്തെ ഷോർട്ട് കട്ടിൽ നേരെ ഇതിൽ നിന്ന് തുടങ്ങി s = ut കൺവെൻഷൻ മെത്തേഡ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് തുടങ്ങി 2 സ്റ്റെപ്പ് കൂടി, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ ഇവിടെ മനസ്സിലായില്ലേ? ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? A എന്നുള്ള ബോഡി ഉണ്ട്, B എന്നുള്ള ബോഡി ഉണ്ട്. ഓക്കെ, A എന്നുള്ള ബോഡിനെ നമ്മൾ താഴത്തോട്ട് ഒരു 16 മീറ്റർ ഹൈറ്റ് എന്നാണ് ഇടുന്നത്. B എന്നുള്ള ബോഡിനെ 25 മീറ്റർ ഹൈറ്റ് എന്നാണ് ഇടുന്നത്. ഇവിടുത്തെ വെലോസിറ്റി 0 ആണ്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ടൈം T2, ഇതിൻ്റെ ടൈം T1 ആണെങ്കിൽ ഈ T1 T2ൻ്റെ റേഷ്യോ എന്ത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലോട്ട് സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ഉണ്ട്. ഓക്കെ, ആക്സലറേഷൻ എന്ന് പറഞ്ഞ സാധനം g ഉണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എനിക്ക് നോക്ക്, s ഉണ്ട്, u ഉണ്ട്, ആക്സലറേഷൻ ഉണ്ട്, ടൈം ഉണ്ട്. ഈ 4 മച്ചാമാരെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് s = ut + ½ at² എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ ഈ സാധനത്തിന് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നു എസ്സിന് പകരം 16, യുവിന് പകരം 0 +½ × g. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ g ആണ് അല്ലെ, g t1². അതേ സാധനം ഇതിലോട്ട് വരുമ്പോൾ സംഭവിക്കുന്നു എസ്സിന് പകരം 25, യു എത്രയാണ് വീണ്ടും 0 +½ × g × t2². ഇതിൽ നോക്കുമ്പോൾ സംഭവിക്കുന്നുണ്ടോ
T1 square is equal to 2 into 16 by g അല്ലെങ്കിൽ T1 is equal to root of 2 into 16 by g. ഇവിടെ വരുമ്പോൾ T2 is equal to root of 2 into 25 by g. ഇതിനെ രണ്ടിനും ഡിവൈഡ് ചെയ്യുന്നു T1 divided by T2. ഇതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് T1 by T2. അപ്പോൾ root of 2 into 16 by g divided by root of 2 into 25 by g. ഈ root 2 root 5 വെട്ടിപ്പോയി ബാക്കിയുള്ള root of 16 by 25. ഇതിൻ്റെ രണ്ടിനും റൂട്ട് എന്താ 16 റൂട്ട് എന്താ 4 25 റൂട്ട് എന്താ 5. യുവർ ആൻസർ ഇസ് 4/5. സിമ്പിൾ മാത്തമാറ്റിക്സ്. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? ദേവിക ക്ലിയർ ആണോ? ഒരു ദേവിക ചോദിച്ചിട്ടുണ്ടായിരുന്നടാ അല്ല ലക്ഷ്മി ദേവി ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ഈ വീഡിയോ കഴിഞ്ഞ ശേഷം ഒന്നുകൂടി കാണാം. ഓക്കെ, യുവർ ആൻസർ ഈസ് 4/5. ഇതൊന്ന് വേഗം കണ്ടുപിടിച്ചടാ. വേഗം ഉത്തരം പറഞ്ഞ ഷട വേഗം പറഞ്ഞടാ. വേഗം പറഞ്ഞ് ഒരു 5-6 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യനോട്ട് മാവാം. വേഗം പറഞ്ഞടാ. A car moves from x to a with a speed vu and returns to y with a speed vd. The average speed for this round trip is average speed അല്ലേ? returns to y എന്നാണ്, returns to x എന്നാണ് ക്വസ്റ്റ്യൻ. ടൈപ്പ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ഓക്കെ, എക്സിൽ നിന്ന് വൈയിലോട്ട് പോയി, വൈയിൽ നിന്ന് തിരിച്ച് എക്സിലോട്ട് വന്നു. അപ്പോൾ ഈ റൗണ്ട് ട്രിപ്പിനുള്ള സ്പീഡ് എത്രേ എന്നതാണ് ചോദ്യം. അപ്പോൾ ഞാൻ അതിനെ സൂക്ഷിച്ച് നോക്കുന്നു. ഇതൊരു എക്സ് ഡിസ്റ്റൻസ്, ഇതൊരു എക്സ് ഡിസ്റ്റൻസ്, ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ എൻ്റെ ഇക്വേഷൻ എന്തൊക്കെ വന്നാലും 2v1 + v1 + v2 എന്നാണ്. ഇതിനെ സൂക്ഷിച്ച് നോക്കുന്ന ഓപ്ഷൻ ഡി. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലാക്കണം, അപ്പോൾ സാറേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എക്സിൽ തുടങ്ങി, എയിൽ തുടങ്ങി, തിരിച്ച് എത്തിനെത്തുമ്പോൾ 0 എന്നല്ലേ എഴുതി. കാരണം അവിടെ ചോദിച്ചത് എന്താ? ആവറേജ് വെലോസിറ്റിയാണ്. ആവറേജ് വെലോസിറ്റി ചെയ്യുമ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആ കാര്യത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ ചോദിച്ചത് എന്താടാ? സൂക്ഷിച്ച് നോക്കടാ. നിങ്ങളൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ. സൂക്ഷിച്ച് നോക്കുക. സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇപ്പോൾ സ്പീഡ് നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത് അല്ലേ? എല്ലാം കുറേ ഗുഡ്, വെരി ഗുഡ്. ഇതിന് ഉത്തരം ഞാൻ പറഞ്ഞടാ. ഒരു ചീള IIT ക്വസ്റ്റ്യൻ. IITയിലൊക്കെ എത്ര ചോദിക്കുന്നുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇട്ടുള്ളത്. ഒന്നും ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ ഏരിയ അണ്ടർ ദി ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം ഇട്ട് തന്നെ. ഏരിയ അണ്ടർ ദി ആക്സഷൻ ടൈം ഗ്രാഫ് എന്താ? വേഗം പറഞ്ഞേ. ഫസ്റ്റ് പറയുന്നവർക്ക് ഒരു അനുമോദന അഭിവാദ്യങ്ങൾ പറഞ്ഞടാ. AT ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ എന്താണെന്ന് പറഞ്ഞേ. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവർ പറഞ്ഞേ. എനിക്ക് ഉത്തരമല്ല വേണ്ടേ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരമല്ല വേണ്ടേ. ഏരിയ അണ്ടർ ദി AT ഗ്രാഫ് ക്യാ ഹെ ബത്താവോ. യെസ്, വെരി ഗുഡ്. യാരി അനസാദ്യം പറഞ്ഞു വെലോസിറ്റി. യെസ്, വെലോസിറ്റി. യെസ്, ഗുഡ്. എന്നാൽ വെലോസിറ്റി എന്നുള്ളതാണ് ശരി ഉത്തരം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റുത്തരമാകുന്നു. വെലോസിറ്റി അല്ല. അത് നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ചില ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനം അറിഞ്ഞേ പറ്റൂ. ഒറ്റ മിനിറ്റ്. ഓക്കെ, അറിഞ്ഞേ പറ്റൂ. കാരണം ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ആരാണവൻ? ഇറ്റ്സ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി. ഭയങ്കര ഇമ്പോർട്ടൻ്റ് അത്. ചില ക്വസ്റ്റ്യനിൽ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉത്തരം കിട്ടുള്ളൂ. വെലോസിറ്റിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു ഉത്തരം വേറെ ഓപ്ഷനായിട്ട് ആ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷേ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്നാണ്. ഇതാണ് ഏരിയ അണ്ടർ ദി ഗ്രാഫ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, വെറുതെ വെലോസിറ്റി ഒന്ന് പഠിക്കരുത് കേട്ടോ. അതൊക്കെ ഭയങ്കര ശ്രദ്ധിക്കണം. അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തിയറി പഠിക്കുമ്പോൾ ഒരു പൊട്ടനെ പോലെ പഠിക്കണം. എന്നാലും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ തള്ളി വിടും. നിങ്ങൾ വെലോസിറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കാരം കൊണ്ട് നിങ്ങൾ പോയി പോകും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? A particle starts from rest. It starts from rest. Rest എന്ന് കേട്ടോ, ഞാൻ നിങ്ങളോട് പറഞ്ഞു റെസ്റ്റ് എന്ന് കേട്ടോ. എന്തായാലും u = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഓക്കെ, ഇറ്റ്സ് ആക്സലേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ്സ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ദി മാക്സിമം സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ ഈസ്. എനിക്ക് AT ഗ്രാഫാണ് തന്നിട്ടുള്ളത്. AT ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് v - u ആണ്. v - u ആണ് ഏരിയ അല്ലേ? u ക്വസ്റ്റ്യൻ 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളി v എന്ന് പറഞ്ഞ സാധനം എന്താടാ? ഏരിയ ആകുന്നു. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ പാട്? half into base into height. ബേസ് എത്രയാ? 11. ഹൈറ്റ് എത്രയാ? 10. വെട്ടി 5 തവണ 5 into 11, that is 55. So v is equal to 55 meter per second. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? ഓക്കെ, ഇപ്പോൾ ചില ക്വസ്റ്റ്യനിലെ ഇതന്നെ ഒന്നും മറിച്ച് നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ സപ്പോസ് ദ ബോഡി സ്റ്റാർട്ട്സ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 10
എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരും. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 10 എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ആ വഴി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് വെലോസിറ്റി ആണ്. ആ കുട്ടി സിംപ്ലി v = 55 എന്ന് എഴുതും. ശരിയായിരുന്നോ? അല്ല. നമുക്ക് കിട്ടുന്ന 55 ശരിക്കും എന്താ v - u = 55 എന്നാണ്. ഈ ക്വസ്റ്റ്യനിൽ ഭാഗ്യം കൊണ്ട് u = 0 എന്ന് തന്നുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ u = 10 എന്ന് തന്നിട്ടാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ v - 10 = 55 അല്ലെങ്കിൽ v = 65 m/s ആയതിന് ഉത്തരം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ u = 0 എന്ന് പറഞ്ഞാണ് തന്നിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നില്ലടാ? എടാ നിങ്ങളെ ഇപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇരിക്കാൻ നമുക്ക് സമയമില്ല. ഈ ലൈവ് കഴിഞ്ഞ ശേഷം ഒന്നുകൂടി പറഞ്ഞത് കേൾക്കുക. അത്രേ പറയുന്നുള്ളൂ. ഏരിയ ആൻഡ് ദി ആക്സിഡൻറ്റ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. v - u ആണ്. ഈ ക്വസ്റ്റ്യനിൽ u എന്ന് പറഞ്ഞ സാധനം 0 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ v - 0 അല്ലെങ്കിൽ v = ഏരിയ അണ്ടർ ദ ഗ്രാഫായി മാറി. സിംപ്ലി ഏരിയ അണ്ടർ ഗ്രാഫ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്തു. നമുക്ക് ഏരിയ കിട്ടി എന്ന് വെച്ചാൽ മാക്സിമം വെലോസിറ്റി v കിട്ടി. ഇനി ചില ക്വസ്റ്റ്യനിൽ u എന്ന് പറഞ്ഞ ഒരു ഡാറ്റ തരും. മനസ്സിലായി? u ദ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 10. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉദാഹരണമാണ് അവിടെ തന്നിട്ടില്ല. u10 എന്ന് തന്നിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ u10 എന്ന് തന്നിരുന്നെങ്കിൽ v - 10 = ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഏരിയ അണ്ടർ ഗ്രാഫ് 50 ആണ്. അപ്പോൾ v - 10 = 55. അപ്പോൾ v എന്തായിരുന്നു? 65 m/s ആവുമായിരുന്നു. അവിടെ നമ്മൾ മാക്സിമം സ്പീഡ് എന്നൊക്കെ ചോദിക്കുന്നത് ഫൈനൽ വെലോസിറ്റി ആണ് ഈ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഇപ്പോൾ നിങ്ങൾ ഈ സാധനം സൂക്ഷിച്ച് നോക്കിക്കുക. ഈ ഗ്രാഫ് തുടങ്ങി നോക്കിയാൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ടാണ് തുടങ്ങുന്നത് അല്ലേ? ഇതിൽ വേറെ വേരിയേഷൻ ഒന്നും ഇല്ല. അതൊരു യൂണിഫോം ലീനിയർ ടൈപ്പ് സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു ഇനീഷ്യൽ വെലോസിറ്റി, ഒരു ഫൈനൽ വെലോസിറ്റി, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ബേസിക്കലി അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സാധനത്തിലോട്ട് വന്നേ. ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രീവിയസ്. ഇപ്പം നിങ്ങളിപ്പം ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, റൂട്ടായുള്ള എക്സ്പ്ലനേഷൻ പോവുകയാണെങ്കിൽ മോഷൻ 1 ഡയമെൻഷൻ എന്നുള്ള പാഠത്തിൻ്റെ കോമ്പി ക്ലാസ് നിങ്ങൾക്ക് ഡോപ്പയിൽ കിട്ടും. ആ ക്ലാസ്സിൽ ഞാൻ ബേസിക്കലി ഈ പാഠത്തിൽ പഠിക്കേണ്ട കുറച്ച് റേഷ്യോസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഷ്യോസ് മാത്രമായിട്ട് ഞാൻ പറയാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലാസ് തികയില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ റേഷ്യോസ് പഠിക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. നമ്മുടെ എന്താ ചോദ്യം എന്താണ്? എ പാർട്ടിക്കിൾ ഈസ് ഡ്രോപ്ഡ്. സാർ ഇങ്ങനെ ഒഴിച്ചിട്ട് പോകുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ കുറേ നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരേണ്ട. ഈ ക്വസ്റ്റ്യൻസ് എത്രയോ വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾ പറയുന്നത്. മോഷൻ 1 ഡയമെൻഷൻ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആൻഡ് മോഷൻ 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞ കോമ്പി ക്ലാസ് നമുക്ക് ഡോപ്പയുടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് പോയി സെർച്ച് ചെയ്താൽ കിട്ടും. ആ പ്ലേലിസ്റ്റിൽ ആ ഒരു സംഭവത്തിൽ ഞാൻ റേഷ്യോസിനെ പറ്റിയിട്ട് നല്ലോണം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പാഠത്തിൽ പഠിക്കുന്ന ബേസിക്കലി 3 റേഷ്യോസാണ്. റേഷ്യോസ് ഓഫ് സ്ക്വയർ 1:4 9 16 25. പിന്നെ അടുത്ത റേഷ്യോ ഓഫ് ദി ഓഡ് നമ്പേഴ്സ് 1:3 5 7 9. അടുത്ത റേഷ്യോ ഈ റേഷ്യോ ഓഫ് ടൈമാണ്. ഈ റേഷ്യോ എന്താണ്? ഈ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരാം. എ പാർട്ടിക്കിൾ ഈസ് ഡ്രോപ്ഡ് വെർട്ടിക്കലി ഫ്രം എ ഹൈറ്റ്. The time taken by it to fall through successive distance of 1 meter. എന്ന് വെച്ചാൽ ഒരു ടവറിൽ നിന്ന് ഞാൻ ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്യുന്നു. ആദ്യത്തെ 1 മീറ്റർ സഞ്ചരിക്കാൻ അത് t1 ടൈം എടുക്കുന്നു. അടുത്ത 1 മീറ്റർ സഞ്ചരിക്കാൻ അത് t2 ടൈം എടുക്കുന്നു. അടുത്ത 1 മീറ്റർ സഞ്ചരിക്കാൻ അത് t3 ടൈം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ടൈമിൻ്റെ റേഷ്യോ എന്ത് എന്നാണെങ്കിൽ ആ ടൈമിൻ്റെ റേഷ്യോ നിങ്ങളാണ് പഠിച്ചു വെക്കുക. അതിൻ്റെ പ്രൂവ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. പക്ഷേ അതിനുള്ള സമയം നമുക്കില്ല. 1:√2 - 1 അടുത്ത നമ്പർ √3 മൈനസ് മുമ്പത്തെ നമ്പർ അടുത്ത നമ്പർ മൈനസ് മുമ്പത്തെ നമ്പർ അടുത്ത നമ്പർ മൈനസ് മുൻപത്തെ നമ്പർ. ഇങ്ങനെയാണ് റേഷ്യോ പോകുന്നത്. ഓക്കെ, ദയവ് ചെയ്ത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി ഇതാ ചെറുതായിട്ട് നമ്മൾ ലെവലൊന്ന് കൂട്ടുന്നു. ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട്. നമ്മൾ വേഗം ഇതിന് ഉത്തരം പറഞ്ഞടാ. വേഗം ഉത്തരം പറഞ്ഞേ. അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? ഒറ്റ മിനിറ്റ്. എത്ര ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കട്ടെ. 1 2 3 4 5 6 7 8 ആയിട്ടുള്ളൂ. നിങ്ങൾ വേഗം ചെയ്തേ. നിങ്ങൾ സ്പീഡിലോട്ടോ വേഗം ചെയ്തേ. A bus is moving with a speed of 10 meters per second on a straight road. A scooterist wishes to overtake the bus in 100 meters. If the bus is at a distance of 1 kilometer from the scooterist, with what speed should the scooterist chase the bus? കുറേ പേര് ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. നേരത്തെ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറഞ്ഞതാണോ? ഇതിൻ്റെ വേഗം പറഞ്ഞടാ. വേഗം പറഞ്ഞ് ആലോചിച്ച് പറഞ്ഞേ. വേഗം പറഞ്ഞേ. എല്ലാവരും ഒപ്പം ചെയ്തേ. ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഒരു സ്കൂട്ടറിസ്റ്റ് ഉണ്ട്. ഓക്കെ, സ്കൂട്ടർ എങ്ങനെയാണ് വരയ്ക്കുക? എന്തൊരു സ്കൂട്ടർ. ഇതിങ്ങനെ ഇപ്പോൾ സ്കൂട്ടറാവുന്നത് വേണ്ട, നമുക്ക് ബുദ്ധി കളിക്കാം. സ്കൂട്ടർ. ഓക്കെ, ഒരു സ്കൂട്ടർ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മുമ്പിലായിട്ട് ഒരു ബസ്സുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടാളും നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണ്? ക്വസ്റ്റ്യന് മുമ്പ് പറഞ്ഞു ഇവർ രണ്ടാളും നമ്മുടെ ഡിസ്റ്റൻസ് 1 കിലോമീറ്ററാണ്. ഓക്കെ,
പിന്നെ നമുക്ക് എന്തും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ബസ് ഒരു 10 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നുണ്ട് കേട്ടോ. ബസ് 10 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളെ സ്കൂട്ടറിൻ്റെ ലക്ഷ്യം എന്താണ്? ദ സ്കൂട്ടറിസ്റ്റ് വിഷസ് ടു ഓവർടേക്ക് ദ ബസ് ഇൻ 100 സെക്കൻഡ്. സ്കൂട്ടറിസ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ബസ്സിനെ 100 സെക്കൻഡ് കൊണ്ട് പിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, 100 സെക്കൻഡ് കൊണ്ട് ആ ബസ്സിനെ പിടിക്കുക എന്നുള്ളതാണ് സ്കൂട്ടറിസ്റ്റിൻ്റെ ലക്ഷ്യം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കുട്ടി ഇങ്ങനെ ചെയ്യുക, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 മീറ്റർ. ഈ സ്കൂട്ടറിൻ്റെ വെലോസിറ്റി ഒരു വി സ്കൂട്ടർ എന്ന് വിചാരിക്കുക, ഇൻറ്റു ടൈം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ, 100 സെക്കൻഡ്സ്. അപ്പം വി സ്കൂട്ടർ ഇസ് ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ 100. ഒരു 0 വെട്ടി. അപ്പോൾ വി സ്കൂട്ടർ ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ഇതെന്താണ്? ഇത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റ് അല്ലേ? നമ്മുടെ ബേസിക്കലി എന്താ ചെയ്തിട്ടുള്ളത്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ഡിസ്റ്റൻസ് 100 മീറ്റർ ആണ് അല്ലേ. വെലോസിറ്റി വി എസ് എന്ന് ഞാൻ സ്നേഹത്തോടെ വിളിച്ചേ. ടൈം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 100 സെക്കൻഡ് തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വി എസ് എസ് ഇക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് കണ്ടു. പക്ഷെ ഇത് തെറ്റാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ സാധനം ഇവിടെ വിട്ടുപോയി. എന്ത് സാധനം നമ്മൾ വിട്ടുപോയതാ? സൂക്ഷിച്ച് നോക്കുക. ബസ് ഒരു 10 മീറ്റർ സെക്കൻഡ് പോകുന്നുണ്ട്, മനസ്സിലായോ? ഈ സ്കൂട്ടർ ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ ബസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബസ്സും ഒരു ദൂരം സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഇവർ രണ്ടാണ് തമ്മിൽ ഇടയിലുള്ള ഡിസ്റ്റൻസ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഇടയിലുള്ള ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ ആണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ബസ് ഒരു 10 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നുണ്ട്. അപ്പോൾ 100 സെക്കൻഡിൽ ഈ ബസ് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും? എക്സ്ട്രാ 100 ഇൻറ്റു 10 അല്ലെ, വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ഡിസ്റ്റൻസ്. ഇതൊരു എക്സ്ട്രാ എത്ര സഞ്ചരിച്ചിട്ടുണ്ടാകും? ഒരു 1000 മീറ്റർ കൊണ്ട് സഞ്ചരിച്ചിട്ടുണ്ടാകും. അപ്പം നെറ്റായിട്ട് ഈ സ്കൂട്ടറും ഈ ബസ്സും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ദൂരം ഉണ്ടാവില്ല? എത്ര ദൂരം ഈ സ്കൂട്ടർ എത്ര ദൂരം മൊത്തത്തിൽ സഞ്ചരിക്കണം? 2000 മീറ്റർ ദൂരം സഞ്ചരിക്കണം. ഇനി 2000 മീറ്റർ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ദി സ്കൂട്ടർ ഇൻറ്റു ടൈം ടേക്കൺ. 100 സെക്കൻഡാണ് നമുക്ക് ഓവർടേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വി സ്കൂട്ടർ ഈസ് ഈക്വൽ ടു 2000 ഡിവൈഡ് ബൈ 100. 2 വെട്ടി. യുവർ ആൻസർ ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇതിന് വേറൊരു തോട്ട് പ്രോസസ്സും റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള തോട്ട് പ്രോസസ്സും ഈ സാധനത്തിന് കൊടുക്കാം. എങ്ങനെ റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള സാധനം കൊടുക്കുക? ഇപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റിലേറ്റീവ് വെലോസിറ്റി വഴി ചെയ്യാം. റിലേറ്റീവ് വെലോസിറ്റി കൺസെപ്റ്റ് പറയാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ ജസ്റ്റ് ഒരു തോട്ട് പ്രോസസ്സ് പറഞ്ഞു തരാം. രണ്ടെണ്ണം ഒരേ സാധനത്തിലാണ് പോകുന്നത് അല്ലേ, രണ്ടെണ്ണം ഒരേ ഡയറക്ഷനാണ് പോകുന്നത്. ഇപ്പം ഞാൻ എഴുതുന്നു ഇതേ ക്വസ്റ്റ്യൻ, ഇവർ രണ്ടാളിടയിലെ റിലേറ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ എഴുതുന്നു 1000 ആണ്. റിലേറ്റീവ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി into time, which is 100 seconds. അപ്പോൾ നിങ്ങൾക്ക് v relative velocity is equal to 10 meter per second എന്ന് കിട്ടുന്നു. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി വേണ്ടത്. റിലേറ്റീവ് വെലോസിറ്റി എന്താണ്? സെയിം ഡയറക്ഷൻ പോവുകയാണെങ്കിൽ വി റിലേറ്റീവ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു വി സ്കൂട്ടർ മൈനസ് വി ബസ് അല്ലേ. വി സ്കൂട്ടർ മൈനസ് വി ബസ്സാണ്. വി റിലേറ്റീവ് എത്രയാണ്? 10 എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. വി സ്കൂട്ടർ നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. വി ബസ് എത്ര? 10 എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ വി എസ് ഇസ് ഇക്വൽ ടു 10 + 10 വിച്ച് ഇസ് 20 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ ഈ സാധനം ചെയ്യാൻ പറ്റും. ഒന്നും കൂടി പറഞ്ഞു തരാം. ഒന്ന് നമ്മൾ കൺവെൻഷനിൽ ചെയ്യുന്നു. ആദ്യം അവർ നമ്മുടെ ഡിസ്റ്റൻസ് 100 ആണ്, പക്ഷേ ഈ ബസ്സും ഒരു 10 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടൈം 100 സെക്കൻഡാണ്. അപ്പോൾ 100 സെക്കൻഡ് കൊണ്ട് ബസ് എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും? 100 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ സ്കൂട്ടറിന് മൊത്തം സഞ്ചരിക്കേണ്ട ദൂരം ആദ്യമുള്ള 1 കിലോമീറ്റർ 1000 മീറ്ററും പിന്നെ ബസ് സഞ്ചരിച്ച 100 മീറ്ററും കൂടിയാണ്. അപ്പോൾ മൊത്തം 2000 മീറ്റർ ഈസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ടൈം 100 ഡിവൈഡ്. അപ്പം 2 ഡിവൈഡ് ചെയ്യുമ്പോൾ വി എസ് 20 മീറ്റർ പെർ സെക്കൻഡ്. അതൊരു തോട്ട് പ്രോസസ്സ്. അടുത്ത തോട്ട് പ്രോസസ്സ് എന്താ? റിലേറ്റീവ് വെലോസിറ്റി എന്ന കൺസിഡർ ചെയ്യുന്നു അല്ലെ. സ്കൂട്ടറും ബസ്സും ഒരേ ഡയറക്ഷനാണ് പോകുന്നത്. ഇവർ രണ്ടാണ് തമ്മിൽ നെറ്റ് ഡിഫറൻസ് എന്താണ്? രണ്ടാണ് തമ്മിൽ നെറ്റ് ഡിഫറൻസ് എന്താ? 1 കിലോമീറ്റർ ആണ്. പക്ഷേ 1000 മീറ്റർ ആണ്. അപ്പോൾ ഞാൻ ഇതൊന്നും 1000 മീറ്റർ ആണ് റിലേറ്റീവ് ഡിസ്റ്റൻസ്. റിലേറ്റീവ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാണ്. റിലേറ്റീവ് ഡിസ്റ്റൻസ് 1000 മീറ്റർ ഈസ് ഈക്വൽ ടു വി റിലേറ്റീവ് ഇൻറ്റു 100 എന്നാണ്. അപ്പോൾ വി റിലേറ്റീവ് എനിക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി സെയിം ഡയറക്ഷൻ നമ്മൾ പോവുകയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? വി എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വി എ മൈനസ് വി ബി ആണ്. അപ്പോൾ വി റിലേറ്റീവ് ഈസ് ഈക്വൽ ടു വി സ്കൂട്ടർ മൈനസ് വി ബസ് ആണ്. വി ബസ്സിന് വരാൻ 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 + 10 വിച്ച് ഇസ് 20 എന്ന് കിട്ടുന്നു. ഇസ് ദാറ്റ് ക്ലിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ? അവിടെ മനസ്സിലാവുന്നുണ്ടോ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഇത് കേൾക്കുക.
ക്ലിയർ ആവേണ്ടതാണ്. ഓക്കെ, ഇനി ഇതാ കുറച്ചൊരു പൊടിക്ക് കൂടി നല്ല ക്വസ്റ്റ്യൻ. ഇത് വേഗം ചെയ്തേ വേഗം ചെയ്തടാ. അപ്പോൾ ഇനിയുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് 2 തോട്ട് പ്രോസസ്സ് പറയാൻ വേണ്ടി നോക്കാം. ഓക്കെ, ഓക്കേടാ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തേ, വേഗം ചെയ്തേ, ഒരു 10 സെക്കൻഡ് സമയം തരാം. So Preeti reached the metro station and found that the escalator was not working. She walked up the stationary escalator in time t1. On other days, if she remains stationary on the moving escalator, then the escalator takes her up in time t2. The time taken by her to walk up on the moving escalator will be. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റത്തെ കേസിൽ ഒരു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട് അല്ലേ? എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് അടിയിൽ നിന്ന് മുകളിലോട്ട് എത്തണം, എപ്പോഴും അതേ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്, എല്ലാ കേസും അതേ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം അയാൾ നടക്കണം. അപ്പം നമ്മൾ അവിടുത്തെ വെലോസിറ്റി എന്ത് വെലോസിറ്റി മാത്രമാണ്? പ്രീതിയുടെ വെലോസിറ്റി മാത്രമാണ്. മറ്റുള്ള ദിവസങ്ങളിൽ ആ പ്രീതി വെറുതെ നിന്ന് കൊടുത്താൽ എസ്കലേറ്റർ മാത്രം അയാളെ കൊണ്ടുവന്ന് വെച്ചാൽ എസ്കലേറ്ററിൻ്റെ വെലോസിറ്റി ഉപയോഗിച്ചാണ് എക്സ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈമിനെ T1 എന്ന് വിളിക്കുക, രണ്ടാമത്തെ ടൈമിനെ T2 എന്ന് വിളിക്കുക. ഇനി നമ്മളൊന്ന് ചോദിച്ചിട്ടുള്ളത് എസ്കലേറ്ററിന് പോകുന്നുണ്ട്, അതിന് മേലെ പ്രീതി നടക്കുകയും ചെയ്യുകയാണെങ്കിൽ എത്ര ടൈം കൊണ്ട് അദ്ദേഹം അവിടെ എത്തും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം പറയൂ സുഹൃത്തുക്കളെ, എന്നിട്ട് പറയാ ഉത്തരം വേഗം പറയുക. പറടാ, പറഞ്ഞേ. കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമ്മളെന്താ പറയുന്നത്, ഇതാ ജസ്റ്റ് ഞാൻ ആ സാധനം ഒന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, ഇതാണ് എസ്കലേറ്റർ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടെയാണ് എത്തേണ്ടത്. എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം തന്നെയാണ്, എക്സ് എന്നുള്ള സാധനം തന്നെയാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ദിവസം പ്രീതി നടക്കുന്ന ദിവസമാണ്. അപ്പോൾ എക്സ് ഈസിക്കൽ ടു നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസിക്കൽ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസിക്കൽ ടു വെലോസിറ്റി ഓഫ് പ്രീതി ഇൻറ്റു ടൈം T1 എന്നാണ്. ഇതാണ് ഫസ്റ്റ് ദിവസം. രണ്ടാമത്തെ ദിവസം പ്രീതി നടക്കുന്നില്ല, മറിച്ച് എസ്കലേറ്റർ നടക്കുന്നത്, വീണ്ടും സെയിം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ എക്സ് ഈസിക്കൽ ടു വെലോസിറ്റി എസ്കലേറ്റർ T2 എന്നാണ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മളെന്താ ചോദിച്ചിട്ടുള്ളത്? ഇനി അതേ എക്സ് ആകുമ്പോൾ ഇനി സ്പീഡ് എത്ര ഞാൻ എഴുതണ്ടേ? പ്രീതി നടക്കുന്നു, എസ്കലേറ്ററും പോകുന്നു, VP + VE. ഇതാണ് ടൈം T'. ഈ T' എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, T' എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഈ VP Vന് പകരം ഈ സാധനം ഇവിടെ നിന്ന് ഇതിൽ ഓരോന്ന് ഇറക്കി കൊടുത്താൽ നിങ്ങൾക്ക് ഉത്തരമായി. അപ്പോൾ എനിക്കറിയാം ഇതിൽ VP = x/T1 ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ VE എന്ന് പറഞ്ഞാൽ x/T2 ആണ്. ഈ 2 ഡാറ്റാസ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം x = x divided by T1 plus x divided by T2 into T'. അല്ലെങ്കിൽ ഇവിടുന്ന് എക്സ് കോമൺ എടുക്കുന്നു. x = x into 1/T1 plus 1/1/T2 into T'. x വെട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്യുന്നു. സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്യുന്നു T2 + T1 divided by T1 T2 T'. എനിക്ക് വേണ്ടത് T' ആണ്. അപ്പോൾ ഈ മച്ചന്മാരെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നതാ? T1 T2 divided by T1 plus T2 = T'. Is that clear ladies and gentlemen? ഒന്നുമില്ല, 2 ഇക്വേഷൻ ചെയ്തു, ആദ്യത്തെ 2 സാധനം മൂന്നാമത്തെ കൊണ്ട് ഇട്ട് കൊടുത്തു, പിന്നെ സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. Is that clear? അവിടെ മനസ്സിലാവുന്നുണ്ടോ? അറബി ആവുന്നുണ്ടോ? കന്നഡ ആവുന്നുണ്ടോ? ഇവിടെ മനസ്സിലാത്തവരൊക്കെ ഒന്ന് പറയട്ടെ. അപ്പം മറ്റുള്ളവർ ഉത്തരം പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അയ്യോ ഞാൻ പറഞ്ഞ ഒരു മണ്ടനായി പോകുമെന്ന് വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ഉറങ്ങിയാ? എല്ലാവരും സാധനം ഓണാക്കി വെച്ച് പോയാ? ഓക്കേടാ അല്ലേ? സിമ്പിൾ സാധനം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ലൈവിന് ശേഷം ഒന്നുകൂടി നോക്കി കാണാം. എന്നാൽ അതൊക്കെ വേഗം പറഞ്ഞൊക്കെ സിമ്പിൾ സാധനം, വളരെ സിമ്പിൾ സാധനം. ഇത് വേഗം പറഞ്ഞേ. വേഗം പറഞ്ഞേ. If a ball is thrown vertically upwards with speed u, the distance covered during the last t second of its ascent is. ബോഡിയെ ഞങ്ങൾ ഒരു u സ്പീഡിൽ മുകളിലോട്ടിട്ടു. അതിങ്ങനെ പോയി, ഇങ്ങനെയാണ് വരിക. സംശയമൊന്നുമില്ല. The distance covered during the last t second of its ascent is. ലാസ്റ്റ് t സെക്കൻഡ് അസെൻഡിലുള്ള അതിൻ്റെ എന്താണ്? അതിൻ്റെ ഈ ഡിസ്റ്റൻസ് എത്രയെന്നുള്ളതാണ് ചോദ്യം.
അപ്പോൾ ഇത് ശരിക്കും കൺവെൻഷണൽ വഴി ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ അല്ലേ എനിക്ക് എന്തൊക്കെ വരണം, ഈ ഇവിടുത്തെ എസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഇവിടുത്തെ എ എനിക്കറിയാം. അപ്പോൾ എസ് എ ടി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ലാസ്റ്റ് ടി സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് മാത്രമാണ്. അപ്പോൾ എൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ട അല്ല, ഇവിടുത്തെ വെലോസിറ്റിയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വെലോസിറ്റി വേറെ കണ്ടുപിടിക്കണം, വി വേറെ കണ്ടുപിടിക്കണം, അല്ല ഇവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കണം. അതായിരിക്കും ഇതിത്തെ യു ആയിട്ട്, ഈ ഒരു മോഷൻ്റെ യു ആയിട്ട് ആക്ട് ചെയ്യുക. ഒരുപാട് പണിയുണ്ട്. മറിച്ച് നമുക്ക് വേറൊരു സാധനം ആലോചിക്കാൻ പറ്റും. ഓക്കെ, എപ്പോഴും അസെൻറ്റും ഡിസെൻറ്റും സെയിം എന്താണ്, ഐഡൻറ്റിക് സിമെട്രിക്കലാണ്. അസെൻറ്റും ഡിസെൻറ്റ് എപ്പോഴും സിമെട്രിക്കലാണ്. അപ്പം എൻ്റെ ബുദ്ധി പ്രകാരം ഞാൻ കണ്ടെത്തുന്നു, മുകളിലോട്ട് ടി സെക്കൻഡിൽ ഒരു എക്സ് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതേ ടി സെക്കൻഡിൽ അടിയിലോട്ടും ഇതേ ടി ടൈമിൽ അടിയിലോട്ടും എക്സ് ദൂരമാണ് സഞ്ചരിക്കുക. അപ്പം ഞാൻ ഈ മോഷൻ നോക്കുമ്പോൾ എൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് ഇതാണ്, അല്ലെ ഈ മോഷൻ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് ഏതാണ്, ഇതാണ്. ഹയസ്റ്റ് പോയിൻ്റ് ഇനീഷ്യൽ വെലോസിറ്റി എന്താടാ, 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, ടൈം ഉണ്ട്, ആക്സലേഷൻ. അപ്പോൾ ഇക്വേഷൻ എന്താണ്, എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അല്ലെങ്കിൽ ദ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 0 പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. മൈ ആൻസർ സിംപ്ലി ഹാഫ് ജി ടി സ്ക്വയർ. യുവർ ആൻസർ ഇസ് ഓപ്ഷൻ എ. സാധാരണ ഈ ക്വസ്റ്റ്യൻ തെറ്റ് പറ്റാതെ, അപ്പം ക്വസ്റ്റ്യനിൽ യു ഒക്കെ തന്നിട്ടില്ലേ, അപ്പോൾ എന്തായാലും യു വരണ്ടേ, അപ്പോൾ ഇതൊക്കെ ആവോ എന്നൊക്കെ വെച്ച് നമ്മൾ വെറുതെ അതിലോട്ട് പോകും. അല്ല, ഇതിലൊക്കെ ഈ യുവിൻ്റെ പ്രശ്നം എന്താണ്, ഈ യുവിൻ്റെ പ്രശ്നം എന്താണ്, അടിയത്തെ യു ആണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു കാര്യമില്ല. നമുക്ക് എന്താ ഈ ഒരു മോഷൻ അല്ലേ നമ്മുടെ ചോദിച്ചാൽ ഈ ഒരു മോഷനാണ്. ഈ ഒരു മോഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി വേണം. അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ് തന്നിട്ടില്ലോ, ഇല്ല. നമ്മൾ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി വേറെ കണ്ടുപിടിച്ചൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ഉത്തരം തന്നെയാണ് കിട്ടുക, ഇതേ ഉത്തരം തന്നെ കിട്ടുക. പക്ഷേ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ ഉൾട്ട ആലോചിക്കുന്നു. അത് അടിയിലോട്ട് വരുമ്പോഴും അതേ ദൂരമാണ് ടി സെക്കൻഡിൽ സഞ്ചരിക്കുക. കാരണം ഐഡൻറ്റിക്കലാണ് നിൽക്കുന്നത്, ഞാൻ പഠിച്ചിട്ടുണ്ട്, തിയറിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ് ദൂരമാണെങ്കിൽ ഇതും എക്സ് ദൂരം തന്നെയാണ്, ഇതും എക്സ് ദൂരം തന്നെയാണ്. ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ എക്സ് ഇസിക്കൽ ടു എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ കൊടുക്കുമ്പോൾ എക്സ് ഇസിക്കൽ ടു ഹാഫ് ജി ടി സ്ക്വയർ എന്ന് കിട്ടി. ഈസ് ദാറ്റ് ക്ലിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഓഫ് ഇന്ത്യ? ഈസ് ദാറ്റ് ക്ലിയർ? ഇവിടെ മനസ്സിലായോ അല്ലേ? മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഓക്കെ, ഇത് നമുക്ക് ശരിക്കും ചെയ്യണേണ്ട ഇവിടുത്തെ വി എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് നമ്മൾ വീണ്ടും വി ഇസിക്കൽ യു പ്ലസ് എ ടി അല്ലെങ്കിൽ വി സ്ക്വയർ പ്ലസ് 2s ഒക്കെ വെച്ച് വി കണ്ടുപിടിച്ച് അത് പിന്നെ എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ അവസാനം കോംപ്ലിക്കേറ്റഡ് എന്തായാലും നിങ്ങൾക്ക് അവസാനം തന്നെ കിട്ടുക, ഹാഫ് ജി ടി സ്ക്വയർ തന്നെ കിട്ടുക. അത് ഒറ്റയടിക്ക് നമുക്ക് ആലോചിക്കാൻ വേണ്ടി നമ്മൾ മറ്റേ വഴി ആലോചിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ അടുത്ത് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ബാക്കിയുണ്ട് കേട്ടോ, അതവിടെ കട്ടെ ചെയ്യാം. ഇതൊന്നും ചെയ്തേ അല്ല, ഇതൊന്നും ചെയ്തേ, ഇത് ചെയ്തടാ, ചെയ്തേ. A particle moves along the x-axis in such a way that its x coordinates varies with time according to the equation x is equal to 6 minus 4t plus 6t square. The velocity of the particle will vary with time according to the graph. എന്നുവെച്ചാൽ നമുക്ക് എക്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത്, നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, എക്സിൽ നിന്ന് വി കണ്ടുപിടിക്കണം. എന്നിട്ട് വീന് ഒത്തു പോകുന്ന ഗ്രാഫ് ഏതെന്ന് നോക്കണം. എല്ലാവരും വേഗം ഉത്തരം പറഞ്ഞടാ, വേഗം ഉത്തരം പറഞ്ഞേ. എടാ നിങ്ങൾക്ക് പുറത്തുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? എടാ പറഞ്ഞേ ഉത്തരം പറഞ്ഞേ. അപ്പം ഞാൻ നോക്കുന്നു. അപ്പം നോക്ക്, ഞാൻ ചെയ്തുതരാം. എക്സ് ഇസിക്കൽ ടു, അപ്പോൾ നമുക്ക് തന്നുള്ള എക്സ് ഇസിക്കൽ ടു 6 മൈനസ് 4t പ്ലസ് 6t സ്ക്വയർ എന്നാണ്. ഇത് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇസിക്കൽ ടു -4 പ്ലസ് 12t അല്ലേ, 12t എന്ന് വരുന്നു അല്ലേ. വെലോസിറ്റി ഇസിക്കൽ ടു -4 പ്ലസ് 12t എന്ന് വെച്ചാൽ ഇതതിൻ്റെ എന്ത് ഇൻ്റർസെപ്റ്റഡാ, വൈ ഇൻ്റർസെപ്റ്റ് ആണ് അല്ലേ. മാത്തമാറ്റിക്കൽ പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ് ആണ്, ഇത് സ്ലോപ്പാണ്. അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്കിത് എങ്ങനെ നോക്കാം, ഫിസിക്സിന് നോക്കുമ്പം വി ഈസ് ഇക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷനാണ്. യു എന്ന് പറഞ്ഞ സാധനമാണ് -4, എ എന്നുള്ള സാധനമാണ് 12.
ഓക്കെ, ഇതിന് ഒത്തുപോകുന്ന ഗ്രാഫ് ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഈ സി നോക്കുമ്പോൾ സി 0യിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി 0 എന്നാണ് സി പറയുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് -4 ആണ്. അപ്പം ഇത് ശരിയല്ല സുഹൃത്തുക്കളെ. ഓക്കെ, ഞാൻ ബി ഓപ്ഷനോട് നോക്കുന്നു. ബി ഓപ്ഷൻ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു പ്ലസ് വാല്യൂ ആണ്. ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് പ്ലസ് എന്തോ വാല്യൂ ആണ്. അത് പോസിബിൾ ആണോ? പോസിബിൾ അല്ല. അപ്പോൾ ഇതും തെറ്റാവുന്ന സുഹൃത്തുക്കളെ. അതൊന്നും അങ്ങോട്ട് പോണേ, അതും തെറ്റാവുന്ന സുഹൃത്തുക്കളെ. ഇനി അടുത്ത് നോക്കുമ്പോൾ എ നോക്കും ഡി നോക്കും -4 എന്നുള്ള സാധനം ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. പക്ഷേ ഇതിലൊന്ന് സൂക്ഷിക്കും, ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയി പോയി പിന്നെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഒന്നും നമ്മൾ ഈ മച്ചാൻ പറയുന്നില്ല. ഒരു കോൺസ്റ്റൻറ്റ് സ്ലോപ്പ്, കോൺസ്റ്റൻറ്റ് 12t സാധനത്തിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിനോട് ഏറ്റവും ഒരുമി പോകുന്ന സാധനം എന്താടാ? ഓപ്ഷൻ എ ആണ്. ഒരു മൈനസ് വാല്യൂ തുടങ്ങി ഒരു കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ അത് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈസ് ദാറ്റ് ക്ലിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ? മനസ്സിലാവുന്നുണ്ടോ അല്ലേ? നമ്മൾ ജസ്റ്റ് ഗ്രാഫ് നമുക്ക് വാല്യൂ കിട്ടി, നമ്മളെല്ലാ ഗ്രാഫും വെച്ച് ഒത്തൊത്ത് നോക്കി, അത്രയേ ഉള്ളൂ പണി. ഓക്കെ, അപ്പോൾ -4 + 12t. അപ്പം ഇനി ഒരു -4 എന്നാണ് തുടങ്ങുന്നത്. അതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് -4 ആണ്. അല്ലെങ്കിൽ v = u + 8t ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി -4 എന്നാണ് തുടങ്ങുന്നത് കേട്ടോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും എന്ത് സംഭവിക്കില്ല, v എന്നുള്ള സാധനം 0യിൽ നിന്നും തുടങ്ങൂല, v എന്നുള്ള സാധനം ഒരു പ്ലസ് സാധനം തുടങ്ങൂല. അങ്ങനെ ഞാൻ സിയും ഡിയും ക്യാൻസലാക്കി. പിന്നെ എൻ്റെ കണ്ണിൽ അത് എയും ഡി ആണ്. എയും ഡിയിലും പറഞ്ഞ പോലെ തന്നെ മൈനസ് എന്നാണ് തുടങ്ങുന്നത്. വെരി ഗുഡ്. പക്ഷേ നമ്മുടെ ഗ്രാഫ് ഒരു കോൺസ്റ്റൻറ്റ് 12 എന്നുള്ള സ്ലോപ്പിലാണ് പോകുന്നത്. ആക്സലറേഷൻ 12 എന്നുള്ള സാധനം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. ഏറ്റവും നല്ല അടിപൊളിയായിട്ട് പോകുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കിട്ടി. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, 2 ക്വസ്റ്റ്യൻ കുറച്ച് കഴിഞ്ഞ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാം. ഈ സാധനം നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ ഉത്തരം വേഗം പറഞ്ഞാൽ സിമ്പിൾ സാധനം, വെരി സിമ്പിൾ സാധനം. ഓക്കെ, ഇതൊക്കെ ഇനിയൊക്കെയാണ് നിങ്ങൾ കുറച്ചൊന്ന് ആലോചിക്കേണ്ടേ. ഇതൊക്കെയാണ് നിങ്ങൾ കുറച്ചൊന്ന് ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. ഗ്രാഫ് ഒന്ന് സൂക്ഷിച്ച് നോക്കി ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കിയാൽ വെരി സിമ്പിൾ. ദ പൊസിഷൻ ടൈം ഗ്രാഫ്, എന്ത് ഗ്രാഫാണ്? പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ 2 children A and B returning from their school O to their homes P and Q respectively along the straight line path taken as the x-axis as shown in the figure. Choose the incorrect statement. അവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താണ് ചോദിച്ചത്. ഇതാ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. എക്സിന് 6ന് ഡിഫറൻഷ്യേറ്റ് എന്താ? 0. -14ന് ഡിഫറൻഷ്യേഷൻ എന്താ? -4. 16ന് ഡിഫറൻഷ്യേഷൻ എന്താ? 12t. അതാണ് -4 + 12t എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇതിന് ഉത്തരം പറഞ്ഞടാ, ഇതിന് ഉത്തരം പറഞ്ഞേ, വേഗം പറഞ്ഞേ. ആടാ, അതൊരു NCERT ക്വസ്റ്റ്യൻ ആണ്. ഇത് പറഞ്ഞേ, ഇത് പറയും. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബി എന്നോ നോക്കാം. അപ്പോൾ നമ്മളിത് സൂക്ഷിച്ച് നോക്കുമ്പോൾ, ഈ ഗ്രാഫിലോട്ട് സൂക്ഷിച്ച് നോക്കുമ്പോൾ O എന്നുള്ളതാണ് പോയിന്റ്, P എന്ന് പറയുന്നതാണ് ഒരു മച്ചാൻ്റെ വീട്, Q എന്ന് പറഞ്ഞാണ് ഒരു മച്ചാൻ്റെ വീട്. ഓക്കെ, അപ്പം P എന്ന് പറഞ്ഞാൽ ആരുടെ വീടാണ്? എൻ്റെ വീടാണ്. ഓക്കെ, Q എന്ന് പറഞ്ഞാൽ ആരുടെ വീടാണ്? ബീൻ്റെ വീടാണ്. ഓക്കെ, അപ്പോൾ ഇതിന്ന് മനസ്സിലാവുന്നു ആരാ ആദ്യം തുടങ്ങിയത്? എ ആണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എ സ്റ്റാർട്ട്സ് ഫ്രം സ്കൂൾ ഏർലിയർ ദാൻ ബി അല്ലേ? ടൈം നിങ്ങൾ നോക്കിയിട്ട് ടൈം നോക്കിക്കേ, എ തുടങ്ങിയതിന് ശേഷമാണ് ബി തുടങ്ങുന്നത്. എ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, എ തുടങ്ങിയതിന് ശേഷമാണ് ബി തുടങ്ങുന്നത്. അപ്പോൾ എ സ്റ്റാർട്ട്സ് ഏർലിയർ ഫ്രം ദി സ്കൂൾ ശരിയാണ്. ഇനി നോക്കുമ്പോൾ എന്റെ വീട് പി ആണ്, പി ഇത്ര ദൂരമേ ഉള്ളൂ, ക്യൂ ഇത്ര ദൂരമുണ്ട്. അപ്പോൾ ആരാണ് സ്കൂളിൻ്റെ അടുത്ത്? പി ആണ് സ്കൂളിൻ്റെ അടുത്ത് അല്ലേ? എന്ന് വെച്ചാൽ എ ലീവ്സ് ക്ലോസർ ടു സ്കൂൾ ദാൻ ബി, അതും ശരിയാണ്. ഇനി നോക്കുക, ബി ഓവർടേക്സ്, ഓപ്ഷൻ ഡി നോക്കിക്കേ, ബി ഓവർടേക്സ് എ ഓൺ ദി വേ. ബി ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ? ബി ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്ക്, രണ്ടാളും ഒരേ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരേ ഡിസ്റ്റൻസിൽ എത്തുന്നുണ്ട്. എന്നിട്ട് ബി ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? എ എപ്പോഴോ തുടങ്ങിയതാ, ബി കുറച്ച് നേരം വരെ തുടങ്ങിയിട്ടും അതേ ഡിസ്പ്ലേസ്മെൻറ്റിൽ എത്തി ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതും ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബി ഓവർടേക്കും ചെയ്യുന്നുണ്ട്. പിന്നെ സി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എ ആൻഡ് ബി ഹാവ് ഈക്വൽ ആവറേജ് വെലോസിറ്റീസ്. ശരിയാണോ? രണ്ടാക്കും ഒരേ ടൈമാണ്. ശരിയാണ്. പക്ഷേ ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ്. രണ്ടാളും ഡിസ്പ്ലേസ്മെൻറ്റ് വേറെയല്ലേ? ഒരാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ, ഒരാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്രയുണ്ട്. അപ്പോൾ രണ്ടാക്കും ഒരേ ആവറേജ് വെലോസിറ്റി ആവോ? ആവില്ല. സോ എന്താണ്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ ദിസ് ഈസ് ദ റോങ് ആൻസർ. ഈസ് ദാറ്റ് ക്ലിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ? ഇവിടെ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളൊക്കെ ഇങ്ങനെ ഉറങ്ങി, ആ കുറച്ച് പേര് മാത്രം റെസ്പോണ്ട്, ബാക്കിയുള്ളവർക്കൊക്കെ എന്താ ശരിക്കും അറിവേ തോന്നുന്നുണ്ടോ?
തോന്നുന്നുണ്ടോ നിർത്തണോ ഞാൻ ഈ പണി? ക്ലാസ് വേറെ കൊണ്ട് ഇടിപ്പിക്കണോ? ഞാൻ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതല്ല, ഞാൻ അത്രയും എന്താ പറയുക കാര്യങ്ങൾക്ക് ഒഴിവാക്കിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലെന്ന് വെച്ചിട്ടാണ്. ദയവ് ചെയ്ത് പറയാം, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, കുറച്ച് സ്പീഡ് കൂടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കഴിഞ്ഞിട്ട് ലൈവ് ഒന്ന് സ്ലോ ആക്കി കാണാം. സാധനം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇനി ഇതിലോട്ട് നോക്കിക്കേ, കുറച്ച് ഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇതൊന്ന് വേഗം ഒന്ന് ബുദ്ധി വെച്ച് ആലോചിച്ച് വേഗം പറഞ്ഞ് ഓക്കെടാ. നോക്ക്, ഫിഗർ ഷോസ് ദ പൊസിഷൻസ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് ഓൺ ദി എക്സ് ആക്സസ് ഫംഗ്ഷൻ ഓഫ് ടൈം. ചൂസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഗ്രാഫ് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, ഇതാണ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ നമ്മോട് ചോദിച്ചത് ദ പാർട്ടിക്കിൾ ഹാസ് കം ടു റെസ്റ്റ് 4 times. അപ്പോൾ നിങ്ങൾക്കറിയാം എക്സ് ടി ഗ്രാഫിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റിയാണ് അല്ലേ? വെലോസിറ്റിയാണ് സ്ലോപ്പ്. ഞാൻ ഓരോ ഓപ്ഷൻ വായിച്ചത്. ദ പാർട്ടിക്കിൾ ഹാസ് കം ടു റെസ്റ്റ് 4 times. ദി മാക്സിമം സ്പീഡ് ഈസ് അറ്റ് t is equal to 4 seconds. The average velocity is 0 for t is equal to 2 seconds to t is equal to 6 seconds. The motion of the particle is non-uniformly accelerated. ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഏത് ക്വസ്റ്റ്യനാണ് ടൈം എങ്ങനെ സേവ് ചെയ്യാൻ ചോദിച്ചടാ? ഈ ടൈമിലോ? എടാ നോക്ക്, രണ്ടാളും T0 ടൈമിലാണ് അവരുടെ വീട്ടിലെത്തിയിട്ടുള്ളത്. ടൈം സെയിം ആണ്. നോക്ക്, ടൈം സെയിം ആണ്. അല്ല, ശരിയാ, സോറി ഗുഡ് ഓർഡർ ഫൈൽ ഗുഡ്. ഈ ബി എന്ന സാധനം ഇത്ര ടൈം എടുത്തുള്ളൂ, ടൈമും വേറെ കേട്ടോ. സോറി ഗുഡ്. അതാ ദാറ്റ് ഡിസേർവ്സ് ആൻ അപ്ലോസ്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഗുഡ്. ടൈം ഡിഫറെൻ്റ് ആണ്. പക്ഷേ അപ്പോൾ നമുക്ക് ഒരിക്കലും ആവറേജ് വെലോസിറ്റി സെയിം ആണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ നോക്ക്, നിങ്ങൾ നോക്കടാ, ഓപ്ഷൻ സി എന്താ ചോദിച്ചിട്ടുള്ളത്? എ ആൻഡ് ബി ഹാവ് ഈക്വൽ ആവറേജ് വെലോസിറ്റി ഫ്രം, നമുക്ക് ടൈം തന്നിട്ടുണ്ട്, ഫ്രം ടൈം 0 to t0. അപ്പോൾ നമ്മൾ എടുക്കാൻ പറഞ്ഞ ടൈം എന്തുതന്നെയാടാ? ഈ മൊത്തത്തിലുള്ള ടൈമാണ്. അപ്പോൾ രണ്ടാളും ഈ ഇതിലുള്ള ആവറേജ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഇതിലുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ആലോചിച്ച് തെറ്റൊന്നുമില്ല. അപ്പോൾ സപ്പോസ് ഈ ഒരു സാധനം തന്നിട്ടില്ല, എ ആൻഡ് ബി ഹാവ് ഈക്വൽ ആവറേജ് വെലോസിറ്റീസ് എന്നാണെങ്കിൽ നമ്മൾ എൻ്റെ ടൈം മൊത്തത്തിലെ ടൈം, കാരണം എ തുടക്കത്തിലേ തുടങ്ങുന്നുണ്ട്, ബീൻ്റെ ടൈം കുറച്ച് കഴിഞ്ഞിട്ട് ബി തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ബീൻ്റെ ടൈം ഇതും എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് നമുക്കിത് തന്നിട്ടുണ്ട്, 0 to t0 എടുക്കണട്ടോ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ആക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ദ പാർട്ടിക്കിൾ ഹാസ് കം ടു റെസ്റ്റ് 4 times. ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ നോക്കുമ്പോൾ നോക്ക്, എവിടേക്ക് പാർട്ടിക്കിൾ ഹാസ് കം ടു റെസ്റ്റ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഒരു പറയുന്നത്, മോനെ വെലോസിറ്റി 0 4 വട്ടമായിട്ടുണ്ട് കേട്ടോ എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്ന സാധനം എക്സ് ടി ഗ്രാഫ് നോക്കുമ്പോൾ ഞാൻ സ്ലോപ്പാണ് നോക്കേണ്ടത്. സ്ലോപ്പ് എവിടേക്ക് 0 ആയിട്ടുണ്ട്? ഇത് ഞാൻ നോക്കുമ്പോൾ ഇവിടെ സ്ലോപ്പ് 0 ആണ്, ഇവിടെ സ്ലോപ്പ് 0 ആണ്, ഇവിടെ സ്ലോപ്പ് 0 ആണ്, ഇവിടെ സ്ലോപ്പ് 0 ആണ്. അപ്പോൾ ശരിയാണ്, 4 വട്ടം സ്ലോപ്പ് 0 ആയിട്ടുണ്ട്, 4 വട്ടം വെലോസിറ്റി 0 ആയിട്ടുണ്ട്, 4 വട്ടം ബോഡി റെസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ എ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. Okay, the maximum speed is at t is equal to 4 seconds. t is equal to 4ൽ ബോഡി ഇവിടെയാണുള്ളത്. അടുത്ത സ്ലോപ്പ് എന്താടാ? സ്ലോപ്പ് 0 ആണ്. അടുത്ത വെലോസിറ്റി എന്താ? വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി മാക്സിമം ആണോ? അല്ല. അപ്പോൾ അതാണ് തെറ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ബി ആണ് തെറ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് മറ്റുള്ള ഓപ്ഷൻസ് നോക്കാം. ദി ആവറേജ് വെലോസിറ്റി 0 for t is equal to 2 seconds to t is equal to 6 seconds. t is equal to 2 second മുതൽ t is equal to 6 second വരെ ആവറേജ് വെലോസിറ്റി 0 ആവുന്നു എന്ന് ഞാൻ നോക്കുമ്പോൾ, ബോഡി തുടങ്ങിയത് 10ൽ നിന്ന് അവസാനിച്ചത് 10ൽ നിന്ന്, ഡിസ്പ്ലേസ്മെൻറ്റ് 0, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ബൈ ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്താ? ആവറേജ് വെലോസിറ്റി 0 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ 0. അതല്ലാണ്ട് വേറെ എങ്ങനെ ആയിരിക്കും? ഇവിടെയുള്ള അതേ സ്ലോപ്പ് തന്നെയാണ് ഇവിടെയുള്ള ഈ സ്ലോപ്പ് വരുന്നത്. മനസ്സിലായോ? അപ്പം ആദ്യൊരു പ്ലസ് വി വെലോസിറ്റി, അടുത്തൊരു മൈനസ് വി വെലോസിറ്റി, രണ്ടും ക്യാൻസൽ, രണ്ടും ആവറേജ് വെലോസിറ്റി ഇത്രയായി 0 ആയിപ്പോയി. ഓക്കെ, അപ്പം അങ്ങനെ ആലോചിക്കാം. ഇനി അടുത്തെന്താ? അപ്പം ഇതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. ആവറേജ് വെലോസിറ്റി 0 ആണ്, കാരണം ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് നോൺ യൂണിഫോംലി ആക്സിലേറ്റഡ്. ശരിയടാ, നോൺ യൂണിഫോം ആക്സിലേറ്റഡ്. സാധനങ്ങൾ പോവുക കുറേ, നോൺ യൂണിഫോംലി ആക്സിലേറ്റഡ് അല്ലേ? നോൺ യൂണിഫോംലി ആക്സിലേറ്റഡ് ആണ്. ശരിയാണ്, ഓപ്ഷൻ ഡി. അതും ശരിയാണ്. അപ്പോൾ തെറ്റ ഒരേ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി നമുക്ക് പടിപടിയായിട്ട് മെല്ലെ മെല്ലെ ഞാൻ കൂട്ടി പോകുന്നുണ്ട്. ഇതും അവിടെ നിൽക്കട്ടെ. ഇതൊന്ന് പറഞ്ഞടാ, ഇതൊന്ന് വേഗം പറഞ്ഞ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇതൊന്ന് വേഗം പറഞ്ഞേ.
The figure shows the velocity time graph. Its average velocity in 20 seconds will be. Average velocity കണ്ടുപിടിക്കുക total distance by total time അല്ലേ. ഇതിൽ നിന്ന് ഏരിയ ഉണ്ടത് വെലോസിറ്റി ടൈം ഗ്രാഫ് നിങ്ങൾക്ക് എന്താ കിട്ടുക? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും അല്ലേ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തുന്നു, ടോട്ടൽ ടൈം ആയിട്ട് 20 സെക്കൻഡ്സ് ഡിവൈഡ് ചെയ്തു, നിങ്ങൾക്ക് ആൻസർ ആയി. വേഗം പറഞ്ഞടാ, എല്ലാവരും പറഞ്ഞ ഉത്തരം പറഞ്ഞേ. ഇതൊന്നും ഞാൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, വേഗം ചെയ്തേ. ജസ്റ്റ് 3 സാധനത്തിന് ഏരിയ കണ്ടുപിടിക്കുക, ഡിവൈഡ് ബൈ 20 ചെയ്യുക, അത്രയേ ഉള്ളൂ. പറഞ്ഞ എല്ലാവരും പറഞ്ഞേ. അപ്പോൾ ഞാൻ അതിനെ സൂക്ഷിച്ച് നോക്കുന്നു. എന്നോട് പറഞ്ഞത് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞ സാധനം എനിക്കറിയാം. വി ആവറേജ് എന്ന് പറഞ്ഞ സാധനം എനിക്കറിയാം. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ്. ഓക്കെ, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ കണ്ടെത്തേണ്ടതുണ്ട്, അത് ഇവിടുത്തെ സാധനമാണ്. അപ്പോൾ ഞാൻ നോക്കുന്നു ഇവിടുത്തെ ഏരിയ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 5. ഓക്കെ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ബേസ് എത്രയാണ്? 5ഉം 10 ഗ്യാപ്പ് എത്രയാണ്? 10. ലെങ്ത് എത്രയാണ്? 5. അപ്പം 5 ഇൻറ്റു 10 അതാണ് ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഈ ഇതിൻ്റെ ഏരിയ എത്രയാണ്? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 15 മുതൽ 20 വരെ ദൂരം എന്ന് വെച്ചാൽ 5. ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ബേസിക്കലി എന്താ? ഇത് 25/2, ഇത് 50, ഇത് 25/2. എല്ലാം ആഡ് ചെയ്യുന്നു. 25/2 പ്ലസ് 50 പ്ലസ് 25/2. ഈ 25/2 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 25 കിട്ടും. 50 പ്ലസ് 25 ദാറ്റ് ഈസ് ഇക്വൽ ടു 75 മീറ്റർ. ഇതാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ ചോദിച്ച ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആണോ? അല്ല, ആവറേജ് വെലോസിറ്റി ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 75 എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടി. ടോട്ടൽ ടൈം എന്താണ്? 20 ആണ് അല്ലേ. 20 ആണ്. ഒരു ഡെസിമൽ പോയിൻ്റ് കൊടുത്തു. 3.15 വന്നേ. 3215. എത്രയാണ് ബാക്കി പറയും? അയ്യോ എനിക്ക് കത്തുന്നില്ലല്ലോ. അവിടെ ബാക്കി പറടാ. 15, 3.5 അല്ലേ. 2, 15. അയ്യേ എന്താ? 2, 3, 3.75. 3.75 അല്ലേ. 2ൻ്റെ ടേബിൾ 7.5 ടേബിൾ 3.75. ചില നേരം നമ്മൾ ബ്രെയിനിങ് ആകെ സ്റ്റക്ക് അടിക്കും. വേറെ എന്തൊരു സാധനം വന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഒന്നും ചെയ്തിട്ടില്ല. സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്തുള്ളൂ. ഓരോന്നിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. മൊത്തം ഏരിയ എനിക്ക് 75 എന്ന് കിട്ടി. 75 ഡിവൈഡ് ബൈ ടോട്ടൽ ആൻഡ് 20 സെക്കൻഡ്. 75/20 എന്ന് പറയുമ്പോൾ 3.75 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒന്ന് കയറ്റി പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചൊന്ന് സ്പീഡ് പോവാണ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞേ. ഒരു IIT ക്വസ്റ്റ്യൻ പഠിച്ചേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ പാർട്ടിക്കിൾ ഇസ് മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. Covers half of the distance with half the distance with speed 3 meters per second. The other half of the distance is covering 2 equal time intervals with speed of 4.5 meters per second and 7.5 meters per second respectively. The average speed of the particle during this motion is. എന്ന് വെച്ചാൽ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ചില പറഞ്ഞിട്ടുള്ളത് മൊത്തം ഡിസ്റ്റൻസ് ഉണ്ട്. അതിന് 2 ഈക്വൽ ഹാഫ് ആക്കിയിട്ടുണ്ട്. ഒരു എക്സ് എന്നുള്ള ഹാഫ് ഉണ്ട്, അടുത്ത എക്സ് എന്നുള്ള ഹാഫ് ഉണ്ട്. ഓക്കെ, ഇവിടെ അത് 3 മീറ്റർ പെർ സെക്കൻഡിലാണ് പോയിട്ടുള്ളത്. പക്ഷേ അവിടെ 2 ഈക്വൽ ടൈം ഇൻ്റർവെൽസ് ആണ്. അപ്പോൾ ഇതിനൊരു T1 ടൈം ആണെങ്കിൽ ഇതൊരു T2 ടൈം, ഇതും അതേ T2 ടൈമിൽ 7.5 മീറ്റർ പെർ സെക്കൻഡിൽ പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ആവറേജ് വെലോസിറ്റി എന്ത് എന്നുള്ളതാണ് ചോദ്യം. 10 സെക്കൻഡ് സമയം തരാം, വേഗം ചെയ്തിടാം. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. വേഗം കണ്ടുപിടിച്ചേ. അവിടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ PDF ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എവിടെ വരിക? നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലെ ലിങ്ക് താഴത്തിടും, അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ PDF കിട്ടും. ഓക്കെ, നമ്മൾ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. 1.5 മണിക്കൂർ സമയം നമുക്കുള്ളൂ. നിങ്ങൾ പേസ് സ്പീഡാണെങ്കിൽ അതേ സ്പീഡിൽ ഞാനും പോകും. എന്തായാലും നമുക്ക് 1.5 മണിക്കൂർ തീർക്കാൻ നോക്കാം. ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ടാവും. ആ 2-1 ക്വസ്റ്റ്യൻ PDF നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ മെൻറ്റേഴ്സിനോട്, ഇവിടുത്തെ മെൻറ്റേഴ്സിനോട് ചോദിച്ചാൽ അവർ സൊല്യൂഷൻ അയച്ചു തരും, നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ,
അപ്പം ഇതിൽ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്കറിയാം എനിക്ക് ആകെ അറിയാവുന്ന ഇക്വേഷൻ ടോട്ടൽ നമ്മളെന്താ കണ്ടുപിടിക്കാൻ പോകുന്നത് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ എക്സ് എന്ന് വിളിച്ചു, ഇതിനെ എക്സ് വിളിച്ചു. അപ്പോൾ ഞാൻ എഴുതുന്നു 2x ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ T1 പ്ലസ് T2 പ്ലസ് T2 അല്ലേ, ഞാൻ അങ്ങനെ വെച്ചത്. ഇത് T2 ആണെങ്കിൽ ഇതും T2 ആണ് അല്ലേ, ഈക്വൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2T2 ഇതാണ് എൻ്റെ ആവറേജ് സ്പീഡ് അല്ലേ, വി ആവറേജ്. ഓക്കെ, ഞാൻ ഓരോ കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഞാനത് സൂക്ഷിച്ച് നോക്കുന്നു. T1 എന്ന് പറഞ്ഞ സാധനം എന്താണ്? T1 എനിക്കറിയാം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്, സോറി നേരത്തെ അതേ സ്റ്റക്കായി. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം T1. അപ്പോൾ T1 എന്ന് പറഞ്ഞ സാധനം എന്താണ്? x/3 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 2x ഡിവൈഡ് ബൈ T1 വരെ എന്ത് ചെയ്യുന്നുടാ? x/3 എന്ന് എഴുതുന്നു. ഇനി T2 എന്താണെന്ന് എനിക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതേ ഐഡിയോളജി ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഈ x എന്ന് പറഞ്ഞ സാധനം എന്താടാ? ഇവിടെ ഞാൻ x എന്ന് വിളിച്ചത് എന്താ? ഈ ഹാഫിനെയാണ്. ഈ x എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഈ ഹാഫാണ് അല്ലേ, ഈ ഹാഫാണ് വെച്ചാൽ മൊത്തം ഈ ദൂരമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ സാധനത്തിനെ മാത്രം ഒന്ന് കാണിച്ചാൽ നമ്മളൊരു x1 എന്ന് വിളിച്ചു, ഇവിടെ ഒരു x2 എന്ന് വിളിച്ചു. സച്ച് ദാറ്റ് x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു x അല്ലേ. ഒന്നുകൂടി നോക്കടാ, ഞാൻ ഫസ്റ്റ് ഹാഫിനെ മൊത്തത്തിന് എക്സ് എന്ന് വിളിച്ചു, നെക്സ്റ്റ് ഹാഫിനെ മൊത്തത്തിൽ അടുത്ത എക്സ് എന്നാണ് വിളിച്ചത്. പക്ഷേ ഇവിടെ രണ്ട് വെലോസിറ്റി രണ്ട് ടൈമൊക്കെയാണ് അല്ലേ, ഒരേ ടൈമിൽ രണ്ട് വെലോസിറ്റിയൊക്കെയാണ്. അപ്പോൾ ഇതിന് x1 എന്ന് വിളിച്ചു, ഇതിന് x2 എന്ന് വിളിച്ചു. സച്ച് ദാറ്റ് x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു x. ഓക്കെ, നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. x1 എന്ന സാധനം എന്താ? ഞാൻ എഴുതുന്നു x1 ഈസ് ഈക്വൽ ടു 4.5 T2 ശരിയല്ലേ, അല്ലെങ്കിൽ x2 ഈസ് ഈക്വൽ ടു 7.5 T2 ശരിയല്ലേ അല്ലേ. രണ്ടിനും നമ്മൾ നേരത്തെ ചെയ്ത് പോലത്തെ സാധനം ഇവിടെയും കൊടുത്തു ഇവിടെയും കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ സാധനം x1 is equal to 4.5 T2, x is equal to 7.5 T2. ഇനി ഈ രണ്ട് ഡാറ്റാസ് ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു. അപ്പോൾ x is equal to x1 പകരം ഞാൻ എന്ത് ചെയ്യുന്നു? 4.5 T2 പ്ലസ് അടുത്തെന്താ 7.5 T2 അല്ലേ. x1 ഇത് x2 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത്രയേ ഉള്ളൂ. അപ്പം x എന്ന സാധനം എന്തായി? T2 ഇൻറ്റു 4.5 പ്ലസ് 7.5 എന്ന് വെച്ചാൽ x is equal to 12 T2 അല്ലെങ്കിൽ T2 is equal to x/12 എന്ന് കിട്ടി. T2 is equal to x/12 എന്ന് കിട്ടി. എനിക്ക് കിട്ടുന്നത് എന്തായിരുന്നു? 2 T2 ആയിരുന്നു അല്ലേ, 2 T2 ആയിരുന്നു. അപ്പോൾ 2 T2 എന്ന് പറയുന്നത് 2 ഇൻറ്റു x/12 ആണ്, വെട്ടി 6 ടൈംസ്. അപ്പോൾ 2 T2 എന്ന് പറയുന്നത് x/6 ആണ്. ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എനിക്ക് ഉത്തരമായി. ഞാൻ സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്തു. 2x ഡിവൈഡ് ബൈ x പുറത്ത്, ബാക്കി ഉള്ളിൽ 1/3 പ്ലസ് 1/6, ഒരു എക്സ് വെട്ടി എക്സ് വെട്ടി. ഇവിടെ സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്യുന്നു. ഓക്കെ, സിമ്പിൾ മാത്തമാറ്റിക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ LCM ഒക്കെ എടുത്ത് ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 + 3 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 18/9. വെട്ടി 2 വട്ടം ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് മൈ ആൻസർ. ഈസ് ദാറ്റ് ക്ലിയർ? ഇനി ഇത് വേറെ സിമ്പിൾ വഴി ചെയ്യാം. എങ്ങനെ ഇത് സിമ്പിൾ വഴി ചെയ്യാം? ഇത് മനസ്സിലായോ? എടാ ഇത് മനസ്സിലായോ? ഇതന്നെ വേറെ വഴി എങ്ങനെ ചെയ്യാം? ഞാൻ ഇതേ സാധനം ഒന്ന് മാറ്റി വരയ്ക്കുന്നു, വേറെ വഴി സിമ്പിൾ വഴി ചെയ്യാം. നോക്കുക, മൊത്തം 2 ഹാഫാണ്, എക്സ് ഹാഫ്. ഇവിടുത്തെ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്, പക്ഷേ ഇവിടുത്തെ 4.5ഉം 7.5ഉം ഈക്വൽ ടൈമിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഈ മോഷനെ മാത്രം ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈക്വൽ ടൈമിൽ രണ്ട് ഡിസ്റ്റൻസിൽ രണ്ട് വെലോസിറ്റി പോയാൽ ഈക്വൽ ടൈം നമ്മൾ ഇക്വേഷൻ എന്താ പഠിച്ചിട്ടുള്ളത്? V1 + V2/2. അപ്പോൾ ഞാൻ എഴുതുന്നു 4.5 + 7.5/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി എനിക്കിത് എന്ത് ചെയ്യാം? ഇവിടെ 3 ഇവിടെ 6 ഈക്വൽ ഹാഫ്. അത് ഞാൻ എങ്ങനെ ചെയ്യുന്നു? 2V1V2 ഡിവൈഡ് ബൈ V1 + V2. അപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 3 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 18/9 വെട്ടി 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് മൈ ആൻസർ. ഓക്കെ ആണോ? അങ്ങനെ രണ്ട് വഴി നമുക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇതല്ല കമ്പാരിറ്റീവ്ലി ഈസി അല്ലേ? മറ്റേ കുറച്ച് ഈസി, മറ്റേ കുറച്ച് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് ജസ്റ്റ് x1 x2 എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ സിമ്പിൾ സാധനമാണത്. നിങ്ങൾ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് രണ്ടാമത് കേൾക്കുക. ഓക്കെ, ഒരു പ്രീവിയസ് IIT ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ തന്നെ IIT ചോദിക്കുന്നുള്ളൂ. മനസ്സിലായോ? 1992 നോക്കണ്ട, ഇത്രേ ചോദിക്കുന്നുള്ളൂ. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ അല്ലേടാ? ഇനി നമ്മൾ എവിടെ ഇട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേ?
A ball is thrown vertically upwards from the ground. It crosses the point at height of 25 meter twice at an interval of 4 seconds. The ball was thrown with a velocity of എന്നാണ് ചോദ്യം. The ball was thrown with a velocity of 25 meter എന്നുള്ള ഹൈറ്റ് ഒരു 4 സെക്കൻഡ്സ് ഗ്യാപ്പിൽ ക്രോസ് ചെയ്യുന്നുണ്ട്, 2 വട്ടം ക്രോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് വെലോസിറ്റിയിലാണ് ബോൾ എറിഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആ ബോൾ ഇങ്ങനെയാണ് പോകുന്നത്. ഒരു 25 മീറ്റർ ഹൈറ്റ് ഉണ്ട്, ഓക്കെ, 2 വട്ടം ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വിട്ട വെലോസിറ്റി എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പറഞ്ഞേടാ ഉത്തരം പറഞ്ഞ. ഇപ്പോൾ നോക്കാം, നമ്മളെന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, 25 മീറ്റർ എന്നുള്ള പോയിന്റ് 4 സെൻറ്റിമീറ്റർ ഇടവിട്ട് 2 വട്ടം ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മുകളിലോട്ടിട്ട വെലോസിറ്റി എത്രയെന്നുള്ള ചോദ്യം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ടൈം ഓഫ് അസെൻറ്റും ഡിസെൻറ്റൊക്കെ ഭയങ്കര ഐഡൻറ്റിക്കലാണ്. അപ്പോൾ മുകളിലോട്ട് പോയി ഈ ഒരു മോഷൻ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ മൊത്തം 4 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് 2 സെക്കൻഡ്, അടിയിലോട്ട് 2 സെക്കൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. മുകളിലോട്ട് 2 സെക്കൻഡ്, അടിയിലോട്ട് 2. ഇങ്ങനത്തെ എല്ലാ മോഷനുകളും മനസ്സിലാക്കുക. അടിയിലത്തെ മോഷൻ കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും നല്ല. കാരണം എന്താ, നമുക്കറിയാം ടോപ്പ് മോസ്റ്റ് പോയിൻ്റത്തെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു എൻഡിറ്റിന് പോകും, നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഞാൻ ഇവിടെ സൂക്ഷിച്ച് നോക്കുന്നു. സൂക്ഷിച്ചപ്പോൾ എനിക്കറിയാം ഇവിടുത്തെ വെലോസിറ്റി എനിക്ക് എന്താ വേണ്ടേ, ഇവിടുത്തെ സാധനമാണ് വേണ്ടത് അല്ലേ, ഇവിടുത്തെ യു ആണ് വേണ്ടത്. എനിക്കറിയാം ഈ ഡിസ്റ്റൻസ് ഒരു 25 മീറ്ററാണെന്ന് എനിക്കറിയാം. ഓക്കെ, എനിക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കൂടി കിട്ടിയാൽ, മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് കിട്ടിയാൽ എനിക്കറിയാം ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി ഒരു യു ആണ്, ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി ഒരു 0 ആണ്. അപ്പോൾ വി ഉണ്ട്, യു ഉണ്ട്, വി ഉണ്ട്. മൊത്തം ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ എസ് ഉണ്ട്, ആക്സലേഷൻ ജി ആണ്. അപ്പോൾ എനിക്ക് വി സ്ക്വയർ = യു സ്ക്വയർ + 2as ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ എനിക്ക് ഇവിടുത്തെ സാധനം കിട്ടുമെന്നറിയാം. പക്ഷേ എനിക്ക് എന്താ ഇപ്പോഴത്തെ പ്രശ്നം, ആകെ ഈ ദൂരമേ ഉള്ളൂ, ഈ ദൂരം എനിക്കറിയില്ല. ആ ദൂരം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഈ ദൂരമായിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ ഈ ദൂരത്തെ ഞാൻ സൂക്ഷിച്ച് നോക്കും. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, 0. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി 0. ടൈം എന്താണ്, 2 സെക്കൻഡ്സ്. ആക്സലേഷൻ എന്താണ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ആക്സലേഷൻ ടു ഗ്രാവിറ്റി. അപ്പം യു ഉണ്ട്, ടി ഉണ്ട്, എ ഉണ്ട്, എസ് കണ്ടുപിടിക്കണം. എസ് = ut + ½ at സ്ക്വയർ. എസ് = 0 + ½ × 10 × t സ്ക്വയർ which is 2 അല്ലേ. മൊത്തം 4 ആണെങ്കിൽ മുകളിലോട്ട് 2, അടിയിലോട്ട് 2 ആണ്. അപ്പോൾ ഞാൻ അടിയിലോട്ട് വരുന്ന മോഷൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ 2 സ്ക്വയർ, അപ്പോൾ വെട്ടി 5 തവണ. എക്സ് = 5 × 4 that is equal to 20 meters. എന്ന് വെച്ചാൽ ഈ ദൂരം 20 മീറ്ററാണ്. ഈ ദൂരം എത്രയാ, അടിയത്തെ ദൂരം എത്രയാ, 25 മീറ്ററാണ് അല്ലേ. അപ്പോൾ മൊത്തം ദൂരം എത്രയാടാ, മൊത്തം ദൂരം 45 അല്ലേ. മൊത്തം മുകളിലോട്ട് സഞ്ചരിച്ച ദൂരം 45 മീറ്റർ. ഇനീഷ്യൽ വെലോസിറ്റി അറിയത്തില്ല, ഫൈനൽ വെലോസിറ്റി അറിയത്തില്ല. മുകളിലത്തെ ഫൈനൽ വെലോസിറ്റി 0. ആക്സലറേഷൻ 10 VUAS ഇക്വേഷൻ v² = u² + 2as. അപ്പോൾ v² ഫൈനൽ വെലോസിറ്റി 0 = u² + 2 × 5 × distance 45 that is equal to minus of 10 × 45 that is equal to u square. എന്താടാ തെറ്റി, അയ്യോ സോറി 10 ആണല്ലേ, ഇവിടെ 10 ആണ്, സോറി. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നില്ലല്ലോ. അപ്പോൾ 2 × 45 90 × 10 900 -900 u is equal to √900 -900. അപ്പോൾ u is equal to -30 meter per second. ഓക്കെ, എന്നുവെച്ചാൽ മുകളിലോട്ടാണ്, മൈനസ് എന്താ വെച്ചാൽ മുകളിലോട്ടാണ്. മനസ്സിലായില്ലടാ, ഞാൻ രണ്ടാമത് ഇനി പറയണോ, അത് ക്ലിയർ അല്ലേ? ഓക്കെ, 30 meter per second. ക്ലിയർ അല്ലേടാ?
ഇത്രയേ ഉള്ളൂ. ഞാൻ വേഗം ഒന്നുകൂടി പറഞ്ഞുതരാം. ഇങ്ങനെ പോയി ഇങ്ങനെ പോകുന്ന സാധനമാണ്. ഇത് 25 മീറ്ററാണ്. മുകളിലോട്ട് 2 അടിയിലോട്ട് 2 ആണെന്ന് എനിക്കറിയാം. സോറി, അത് എനിക്കറിയാം. ഇവിടുത്തെ വെലോസിറ്റി 0 ആണ്. ഇവിടുത്തെ വെലോസിറ്റിയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് ഈ മൊത്തം ഡിസ്റ്റൻസ് എസ് കിട്ടിയാൽ v² u² + 2as കൊടുത്തിട്ട് എനിക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഈ മൊത്തം ഡിസ്റ്റൻസ് അറിയില്ല. മൊത്തം ഡിസ്റ്റൻസ് അറിയാൻ എനിക്ക് ആകെ ഈ ഒരു ഡിസ്റ്റൻസ് 25 മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഡിസ്റ്റൻസ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ s = ut + ½ കൊടുത്തപ്പോൾ എനിക്ക് 20 എന്ന് കിട്ടി. അപ്പോൾ മൊത്തം ഡിസ്റ്റൻസ് 45 എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഉത്തരം കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ വേഗം പറഞ്ഞടാ, വേഗം പറഞ്ഞേ. The velocity time graph of 2 cars starting at the same point is shown. Find the time after which the 2 cars will meet. രണ്ടാളും മീറ്റ് ചെയ്യുന്നതാണ് വന്ന ഗ്രാഫ്. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുള്ളത്. ഇവർ എപ്പോഴാണ് മീറ്റ് ചെയ്യുക? മീറ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? രണ്ടാളും ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആണ്. രണ്ടാളും ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടി. അവിടെ നേരത്തെ ക്വസ്റ്റ്യൻ ആണ് കാണിക്കേണ്ടത്. നേരത്തെ ക്വസ്റ്റ്യൻ അത് വേഗം കണ്ടോ. The ball is thrown vertically upwards from the ground. It crosses the point of 25 meter twice at an interval of 4 seconds. The ball was thrown with the velocity of. Okay, ഈ ലൈവ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒന്നും എടുത്ത് കണ്ടാൽ മതി, മനസ്സിലാവും, എന്തായാലും മനസ്സിലാവും. 2-3 വട്ടം കണ്ടാൽ നിങ്ങൾക്ക് കത്തും. Because okay, the velocity time graph of the 2 cars starting at the same point is shown. Find the time after which the 2 cars will meet again. പറഞ്ഞടാ. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ രണ്ടാൾ ക്രോസ് ചെയ്യുന്നു അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ രണ്ടാൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വലായിട്ട് ഇക്വേറ്റ് ചെയ്യുക. കാർ എയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരേ വരെ എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ നിങ്ങളിപ്പോൾ എന്താ ഇപ്പോൾ ആക്സലറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ s = ut + ½ at² കൊടുക്കണ്ടേ. s = ut + ½ at² കാർ എന് കൊടുക്കുക. s = ut + ½ at² കാറിന് ബിന് കൊടുക്കുക. എന്നിട്ട് ഉത്തരം ഞാൻ പറഞ്ഞടാ. അവിടെ ഇതിൻ്റെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇടി മേടിക്കുക നിങ്ങൾ. ഹായ് സിയ ഹായ്. ഉത്തരം പറഞ്ഞടാ. അയ്യോ സമയമില്ല വേഗം പറഞ്ഞേ. നിങ്ങളെന്താ ഒന്നും പറയാത്തേ? ഇപ്പോൾ നോക്ക്, ഈ കാർ എയിലോട്ട് നോക്കുന്നു. കാർ എ ഒരു കോൺസ്റ്റൻറ്റ് സെയിം വെലോസിറ്റിയിലാണ് പോകുന്നത്. 10 m/s ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ കാർ എ ഞാൻ s = ut + ½ at² കൊടുക്കുന്നു. s = ut, u എന്ന് പറഞ്ഞാൽ 10t + ½ at². ഞാൻ സൂക്ഷിച്ച് നോക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ആക്സലറേഷൻ ആണ്. കാർ എന് സ്ലോപ്പ് ഉണ്ടോ? സ്ലോപ്പ് ഇല്ല. അപ്പോൾ ആക്സലറേഷൻ 0 ആണ്. അപ്പം s = ut മാത്രമേ ഉള്ളൂ, ½ at² ടേം ഇല്ല. SA. എസ് ബിന്ന് നോക്കുമ്പോൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാടാ? 0 എന്നാണ് അല്ലേ? 0 എന്ന് തുടങ്ങുന്നത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇപ്പോൾ ut എന്ന ടൈമില്ല, ½ at² ആണ്. ½ at എ എന്ന് പറഞ്ഞ സാധനം സ്ലോപ്പാണ്. ഈ മച്ചാൻ്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് എന്താണ്? tan 30° which is equal to 1/√3 which is the acceleration. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. SB = ½ × 1/3t². ഇനി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഇവർ രണ്ടാളും മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ത്? മീറ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആവണം. രണ്ടാളും ഈക്വേറ്റ് ചെയ്യുന്നു. 10t = ½ × 1/√3t². ഒരു ടി വെട്ടി. അപ്പോൾ your answer is 20√3 is the time taken. Simple mathematics, option B. Is that clear? അവിടെ ഈ ഗ്രാഫ് വെച്ച് ചെയ്യാനേ ഉള്ളൂ. അടുത്ത് മനസ്സിലായോ? ഇത്രേ ചെയ്യാനുള്ളൂ. ഈ ഗ്രാഫ് വെച്ചിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫ് തന്നെങ്കിൽ ഗ്രാഫ് എന്നുള്ള ഡാറ്റ ആണ് എടുക്കേണ്ടത്. ഇനീഷ്യൽ സെപ്പറേഷൻ ബൈ സ്പീഡ് ഓഫ് അപ്രോച്ച് ചെയ്താൽ കിട്ടുമെന്നോ? ഇനീഷ്യൽ സെപ്പറേഷനൊക്കെ ഇയാൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഒന്നും തന്നിട്ടില്ലല്ലോ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇപ്പോൾ 2 സാധനങ്ങൾ തന്നു. 2 വെലോസിറ്റി, 2 s = ut + ½ at² എടുത്തു. കാർ എന് സ്ലോപ്പ് ഇല്ല, എന്ന് വെച്ചാൽ ആക്സലറേഷൻ ഇല്ല. അപ്പം s = 10t. കാർ ബിന് ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല, സ്ലോപ്പ് മാത്രമേ ഉള്ളൂ, എന്ന് വെച്ചാൽ ആക്സലറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ½ at². എ എന്ന് പറഞ്ഞാൽ 1/√3. ഓക്കെ. അവിടെ ബാക്കിയുള്ള ക്വസ്റ്റ്യനൊക്കെ ഇപ്പം ഒരു ഹൾക്ക് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ എങ്ങനെയും എന്നിൽ എത്തിക്കുക. നമുക്ക് ഇതിൽ തന്നെ ഇഷ്ടമുള്ള നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾ എനിക്ക് എങ്ങനെയെങ്കിലും ആ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് സോൾവ് ചെയ്ത് അയച്ചു തരാം. ഇതാ കുറച്ച്
നോക്കട്ടെ ഇനി എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന്. നമ്മളിപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ അല്ലേ. നമുക്ക് 15 മിനിറ്റേ ഉള്ളൂ. അവിടെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ PDF വാങ്ങിക്കുക. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ 2 ക്വസ്റ്റ്യനും നമ്മളെ മറ്റേ ഇതുകൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. പക്ഷേ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഷടപടെ വേഗം ചെയ്യാം. ഇത് നോക്കിയേ, ഇത് വേഗം നോക്കിയേ. എ thief is running away on a straight road in a jeep moving the speed of 9 meters per second. The policeman chases him on a motorcycle moving at a speed of 10 meters per second. If the instantaneous separation of the jeep from the motorcycle is 10 meters, how long will it take for the police to catch the thief? നേരത്തെ നമ്മൾ സ്കൂട്ടറിസ്റ്റ് ബസ് ചെയ്തില്ല, അത് സെയിം സാധനം. നേരത്തെ സ്കൂട്ടറിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു, ഇവിടെ സ്കൂട്ടറിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി അല്ല പോലീസ്മാൻ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, അത്രയേ ഉള്ളൂ. വേഗം പറഞ്ഞടാ, വേഗം പറഞ്ഞേ. ഇപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് എന്തുണ്ട് ഓക്കെ, നമുക്കെന്തുണ്ട്? പോലീസ് ഉണ്ട്. ഓക്കെ, പോലീസിൻ്റെ സ്പീഡ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 10 meters per second പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തുണ്ട്? തീഫ് ഉണ്ട്. ഓക്കെ, തീഫ് ഉണ്ട്. ഈ തീഫ് എത്ര സ്പീഡിലാണ് പോകുന്നത്? 9 meters per second പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് എത്രയാണ്? 100 meter. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 100 meter. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത മാതിരി 100 meter പ്ലസ് ഈ തീഫ് പോയ മീറ്റർ. അപ്പോൾ 100 meter പ്ലസ് തീഫ് സഞ്ചരിച്ചത് 9 into t അല്ലേ. ആക്സലറേഷൻ ഒന്നും ഇല്ല. S = ut + half square 9t is equal to 10t ആണ്. അപ്പോൾ 100 is equal to 10t minus 9t ആണ്. 100 is equal to വെറും t ആണ്. യുവർ ആൻസേഴ്സ് t is equal to 100 seconds. അങ്ങനെ കിട്ടാം. അല്ലെങ്കിൽ എങ്ങനെ കിട്ടാം? നിങ്ങൾ നോക്കുക, റിലേറ്റീവ് സെപ്പറേഷൻ എന്ന് പറഞ്ഞത് 100 ആണ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്? റിലേറ്റീവ് വെലോസിറ്റിന് രണ്ടിന് സബ്ട്രാക്ട് ചെയ്യണം, സെയിം ഡയറക്ഷനാണ്. 9 minus 10 minus 9 that is equal to 1. ഇപ്പോൾ റിലേറ്റീവ് സെപ്പറേഷൻ 100 is equal to റിലേറ്റീവ് വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ടൈം എത്രയാണ്? വീണ്ടും 100 seconds. ഈസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? 100 + 9t is equal to 10t. 100 is equal to 10t minus 9t. ഇതാ 2 വഴി. അപ്പോൾ ആദ്യത്തെ വഴി എങ്ങനെയാണ്? മൊത്തം നമ്മൾ റിലേറ്റീവ് സാധനം കൺസിഡർ ചെയ്യില്ല. മൊത്തം ദൂരം 100 ആണ്. പിന്നെ പോരാത്തിന് ടി ടൈമിൽ തീഫ് 9t ദൂരം സഞ്ചരിക്കും അല്ലേ. S = ut + half at square നമ്മൾ തീഫിന് കൊടുക്കുകയാണ്, ആക്സലറേഷൻ ഇല്ല. അപ്പോൾ S = ut. അപ്പോൾ മൊത്തം 100 മീറ്ററും ഈ തീഫ് സഞ്ചരിക്കുന്ന ദൂരമാണ് ആര് ക്രോസ് ചെയ്യേണ്ടത്? നമ്മൾ പോലീസ് ക്രോസ് ചെയ്യേണ്ടത്. അപ്പോൾ പോലീസിന് 100 പ്ലസ് ഈ ദൂരം 9t ദൂരം. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 10 into ടൈം t, സെയിം ടൈം t. അപ്പം നമുക്ക് t = 100 seconds. ക്ലിയർ അല്ലേ? ഓക്കെ, ഓപ്ഷൻ ഡി. ഇനി അടുത്തൊക്കെ സിമ്പിളായ ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ ഈസ് ഇനീഷ്യേറ്റഡ് സ്റ്റാർട്ട്സ് മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ വിത്ത് ആൻ ആക്സലറേഷൻ = 60 + 4 meters per second square. ഡിസ്റ്റൻസ് കവേർഡ് ബൈ 3 seconds. ആക്സസ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 3 എന്നുള്ള സാധനം ആൻസർ ടീന് പകരം കൊടുക്കുക. അത്രയേ ഉള്ളൂ അല്ലേ. ഒരു വട്ടം ഡിഫറൻഷ്യൽ വെലോസിറ്റിയും ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ വെലോസിറ്റിയും വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് 3 എന്നിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ട സാധനം. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, ഒന്നും ആലോചിക്കാനില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ലേ. നിങ്ങൾ ചെയ്യില്ലേ ഈ ലൈവ് വരുന്നത്? നിങ്ങൾ ചെയ്താൽ മതി. സിമ്പിൾ മാത്തമാറ്റിക്സ്, ഒന്നും അതിൽ ആലോചിക്കാനില്ല. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്തടാ, വേഗം ചെയ്തേ. ഇതൊന്ന് വേഗം ചെയ്തേ. 10 സെക്കൻഡ് സമയം തരാം, വേഗം ചെയ്തേ. A particle passes through points A and B which are 90 meters apart. It takes 6 seconds to cover this distance with uniform acceleration. Velocity of particle when it passes through B point is 20 meters per second. What is the initial velocity at point A? എന്ന് വെച്ചാൽ 2 പോയിൻറ്റ്സ് ഉണ്ട് നമുക്ക് അല്ലേ. എയും ബിയും 2 പോയിൻറ്റ്സ് ഉണ്ട്. ഇവർ രണ്ടാണ് തമ്മിൽ ഡിസ്റ്റൻസ് എത്രയാണ്? 90 മീറ്റർ ആണ്. ഇപ്പോൾ രണ്ടാളും ക്രോസ് എടുക്കുന്ന ടൈം എത്രയാണ്? 6 seconds ആണ്. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 meters per second ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എത്ര എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയൊന്ന് ചെയ്തേ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? അയ്യോ സോറി, ക്വസ്റ്റ്യൻ കണ്ടോ? ഞാൻ ചെയ്തരാം. ആണ് ക്വസ്റ്റ്യൻ. അവിടെ നേരത്തെ ഇപ്പോൾ ഫാത്തിമ, റിൻഷ, CK നേരത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞുതരാൻ ചോദിക്കേണ്ടത്. ഏത് ക്വസ്റ്റ്യനാടാ? മറ്റേ സ്ലോപ്പിൻ്റെ ക്വസ്റ്റ്യൻ ആണോ?
അവിടെ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്നുകൂടെ വീഡിയോ കാണുക. നമ്മോട് എന്താ ചോദിച്ചാൽ രണ്ടാളും മീറ്റ് ചെയ്യുന്നു, രണ്ടാളും (UT + ½ AT² കൊടുത്തു. എ എന്നുള്ള സാധനം നമുക്ക് എങ്ങനെ കിട്ടുക? VT ഗ്രാഫിൽ നിന്ന് സ്ലോപ്പായിട്ടാണ് കിട്ടുക. ഓക്കെ, ഫസ്റ്റത്തെ കാരണം സ്ലോപ്പ് ഇല്ല, ആക്സലേഷൻ ഇല്ല, (UT) മാത്രം. രണ്ടാമത്തെ കാരണം ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല, UT ടേമിൽ ½ AT² മാത്രം. എ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? സ്ലോപ്പായിട്ട് കണ്ടുപിടിക്കും. നീ ഈ പറഞ്ഞ സാധനം നേരത്തെ പറഞ്ഞ വീഡിയോ 1-2 വട്ടം കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നതായിരിക്കും. ഇതിൻ്റെ ഉത്തരം വേഗം പറഞ്ഞുതരാം. എടാ ഹൾക്കെ, നിങ്ങളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യ്, അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യല്ലേ, നമുക്കത് ചെയ്യാം. നീ എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേരടിച്ച് നിങ്ങൾക്ക് കിട്ടും. നീ എനിക്ക് അതിൽ ക്വസ്റ്റ്യൻ ആക്കി ഞാൻ ചെയ്തുതരാം. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യല്ലേ. എടാ ചെയ്, കമോൺ. എടാ ഞാൻ ചൂടായിട്ടൊന്നും പറയല്ല, കാരണം അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ, അതൊക്കെ നമുക്ക് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തരുന്നത്. നോക്ക്, കമോൺ, എല്ലാം ഇവിടെ നോക്കിക്കേ. ഓക്കെ, എ ആൻഡ് ബി ഉണ്ട്. ഓക്കെ, എ ആൻഡ് ബി ഉണ്ട്. ബിത്തെ വെലോസിറ്റി 20 m/s ആണ്. എത്തെ വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനെ സൂക്ഷിച്ച് നോക്കുന്നു. എനിക്ക് ടൈം ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി ഒക്കെ ഉണ്ട്. ടൈം, ഡിസ്റ്റൻസ്, ഇനീഷ്യൽ വെലോസിറ്റി കണ്ടെയ്ൻ ഇക്വേഷൻ എന്താണ്? S = UT + ½ AT². അപ്പോൾ ഞാൻ ഇതൊന്ന് 90 = UT. U എന്ന് പറഞ്ഞ സാധനം എനിക്ക് അറിയില്ല, T എന്ന് പറഞ്ഞ സാധനം 6 ആണ്. അപ്പോൾ 6U + ½ ഇൻറ്റു ആക്സലേഷൻ എനിക്ക് അറിയില്ല, AT², 6². എന്ത് കിട്ടി? 90 = 6U + 36, 36/2 + 18A എന്നാണ് അല്ലേ? 90 = 6U + 18A എന്നാണ്. ഒക്കെ ഒരു 6ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഞാൻ ഏറ്റവും എനിക്ക് സിമ്പിളാക്കാൻ വേണ്ടി ഒന്ന് 6 ഡിവൈഡ് ചെയ്യുന്ന എല്ലതും 15 = U + 3A എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഒരു ഇക്വേഷൻ. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് 2 വേരിയബിൾ അറിയില്ലെങ്കിൽ മിനിമം 2 ഇക്വേഷൻ വേണം. 3 വേരിയബിൾ അറിയില്ലെങ്കിൽ മിനിമം 3 ഇക്വേഷൻ വേണം, എന്നാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 2 വേരിയബിൾ അറിയില്ലെങ്കിൽ മിനിമം 2 ഇക്വേഷൻ വേണം. അപ്പോൾ എനിക്ക് ഇവിടെ ഏതൊക്കെ വേരിയബിൾ അറിയില്ല? U എന്ന സാധനം അറിയില്ല, A എന്നുള്ള സാധനം അറിയില്ല. പക്ഷെ എനിക്ക് ഒരു ഇക്വേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ഒരു ഇക്വേഷനും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്നു ഒരു ഇക്വേഷൻ എങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്യും. ഇനീഷ്യൽ വെലോസിറ്റി U, ഫൈനൽ വെലോസിറ്റി ക്വസ്റ്റ്യൻ 2 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈനൽ വെലോസിറ്റി ടൈം T തന്നിട്ടുണ്ട്. UVT കണ്ടെയ്ൻ ഇക്വേഷൻ എന്താണ്? V = U + AT, V = U + AT. V എത്രയാടാ? 20. 20 = U + A × T. ടൈം എത്രയാ? 6 seconds. അപ്പോൾ 20 = U + 6A. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, 2 ഇക്വേഷനായി. 2 ഇക്വേഷനൊക്കെ നമ്മൾ എന്താ ചെയ്യുക? രണ്ടിനും ഒന്നെങ്കിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇതിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് U എന്നുള്ള സാധനം ക്യാൻസൽ ഓഫ് ആകാൻ വേണ്ടിയിട്ട് രണ്ടിനും സബ്ട്രാക്ട് ചെയ്യുന്നു. 2 - 1 എനിക്ക് എന്ത് കിട്ടും? 5 = U - U ക്യാൻസൽ ആയി പോയി, ബാക്കി 6A - 3A which is 3A. അപ്പോൾ ആക്സലേഷൻ = 5/3 m/s². അപ്പോൾ ഞാൻ ഏതെങ്കിലും ഇക്വേഷൻ ഒന്നെങ്കിൽ ഇതിലിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതിലിട്ട് ഏതെങ്കിലും ഇട്ട് കൊടുക്കുക, ഉത്തരം കിട്ടി. അപ്പോൾ ഞാനത് ഇതിലിട്ട് കൊടുത്തു. അപ്പോൾ 15 = U + 3 × 5/3 വെട്ടി U = 15 - 5, that is = 10 m/s. Is that clear? Is that clear? ഓക്കെ അല്ലേ? ഇതന്നെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാടാ? വേറൊരു വഴി ചെയ്യാം. ഇത് ക്ലിയറാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ആകെ ഇൻട്രസ്റ്റ് പോകുന്നുണ്ട്. നിങ്ങൾ ഉത്തരം പറയുന്നില്ല, നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? എടാ നിങ്ങളെ ഇപ്പം ഹൾക്കിൻ്റെ പേരെന്താ? ഹൾക്കെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ ആവുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഈ അടിയത്തെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരും. ഞാൻ നിങ്ങളായിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജൊക്കെ ഞാൻ ചെയ്തു തരാം. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. നീ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനോട്ട് വാ, അത് ഡിസ്കസ് ചെയ്യല്ലേ, വെറുതെ വൈബൗട്ടാക്കല്ലേ. കമോൺ. അപ്പോൾ നോക്ക്, ഇത് നമുക്ക് ഒരു വഴി ചെയ്യാം. ഇനി വേറൊരു വഴി ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്,
എസ് ഇസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിന് വേറൊരു വേരിയേഷൻ കൂടിയുണ്ട്. എസ് ഇസിക്കൽ ടു വി ടി മൈനസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അയ്യോ സാറേ അതെങ്ങനെ വന്നു എന്നാണെങ്കിൽ നോക്ക്, ഈ ഇക്വേഷനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇക്വേഷനാണിത്. ഈ ഇക്വേഷൻ പഠിച്ചാൽ നല്ലതാണ്. ഓക്കെ, ഈ ഇക്വേഷൻ എങ്ങനെ ഇക്വേഷൻ ഉണ്ടായി നമുക്കറിയാം. വി ഇസിക്കൽ ടു യു പ്ലസ് എ ടി ആണ്, അല്ലെങ്കിൽ വി മൈനസ് എ ടി ആണ് യു. ഈ സാധനം ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? എസ് ഇസിക്കൽ ടു വി മൈനസ് എ ടി ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ എന്ത് സംഭവിക്കും? വി മൈനസ് എ ടി സ്ക്വയർ പ്ലസ് വി ടി മൈനസ് ഹാഫ് മൈനസ് എ ടി സ്ക്വയർ പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് ഉത്തരം എന്തായി? എസ് ഇസിക്കൽ ടു വി ടി മൈനസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഡയറക്റ്റ് സായിട്ട് കൊടുത്താൽ പോരെ. വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി അല്ലേ, ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ഞാൻ എഴുതുന്നു എസ് ഇസിക്കൽ ടു വി ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 90, വി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 20, ടൈം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 6 മൈനസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 6 സ്ക്വയർ. അപ്പം 90 ഇസ് ഈക്വൽ ടു 120 മൈനസ് 18a, അല്ലെങ്കിൽ മൈനസ് 30 ഇസ് ഈക്വൽ ടു മൈനസ് 18a, അല്ലെങ്കിൽ a ഇസ് ഈക്വൽ ടു 30/18. 6 ടേബിൾ 5 ടൈംസ് 3 ടൈംസ് a ഇസ് ഈക്വൽ ടു 5/3. ഒറ്റ സ്റ്റെപ്പിൽ എ കിട്ടി. നോക്കിയാൽ നമ്മൾ നേരത്തെ 2 സ്റ്റെപ്പൊക്കെ എടുത്ത് 2നെ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് ആകെ സമയമെടുത്തു. ഇത് ഒറ്റ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എ ഇസിക്കൽ ടു 5/3 എന്ന് കിട്ടി. ഇനി നമുക്ക് വി ഇസിക്കൽ ടു യു പ്ലസ് എ ടിയിലോ അല്ലെങ്കിൽ വി ഇസിക്കൽ ടു യു പ്ലസ് എ ടി കൊണ്ടുപോയിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എ ഇസിക്കൽ ടു 5/3 എന്ന് കിട്ടും. ഈസ് ദാറ്റ് ക്ലിയർ? ഈസ് ദാറ്റ് ക്ലിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ? കം ഓൺ, ക്ലിയർ ആണോ? അല്ല ഒന്ന് ഉഷാറൊക്കെ ഒന്ന് ചാർജ് ആയിരുന്നേ, ഒന്ന് ഉഷാറൊക്കെ. ഞാൻ ഉഷാറാവട്ടെ. കം ഓൺ. എൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് ചെറുതായി ഡൗൺ ആയി, കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് എനിക്ക് ഇങ്ങനെ അടിച്ചു തുടങ്ങി. അതുകൊണ്ടാണ്. മനസ്സിലാവുന്നില്ലടാ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എടാ ഞാൻ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ എടുക്കുന്നുണ്ട്, കാരണം നമ്മളെ മറ്റേ പ്രൈസ് ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉത്തരം എന്താ? ആൻസർ എന്താ? ഇനീഷ്യൽ വെലോസിറ്റി എത്ര? 10 m/s നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മൾ പ്രൈസ് ക്വസ്റ്റ്യനോട്ട് പോകട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ ഞാൻ ചെയ്തേ, എല്ലാവരും ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തരാം, എല്ലാം ചെയ്തേ, വേഗം ചെയ്തേ. ഞാൻ 5 സെക്കൻഡ് സമയം തരാം, എന്നിട്ട് നമുക്ക് പ്രൈസ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ഇതൊരു നമ്മൾ ഏകദേശം ഇതിലുള്ള എല്ലാ കൺസെപ്റ്റ്സും നമ്മൾ തൊട്ടൊരുങ്ങി പോയിട്ടുണ്ട്. അത് നമ്മൾ ഈ സെഷനോട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഈ 30 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളതിൻ്റെ അടിയിലുള്ള മെസ്സേജിൽ ഇതിൽ അടിയിലുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അവർ നിങ്ങൾക്ക് തരും. ഒരിക്കലും ഇതിനൊന്നും നിങ്ങളൊന്നും പൈസ ഒന്നും വാങ്ങിക്കാൻ പോകുന്നില്ല, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് സാധനം തരും. ഓക്കെ, ചോദിക്കടാ. അല്ല, ഉത്തരം പറഞ്ഞിരിക്കും. എന്താ പറയുക? two balls x and y are thrown from top of a tower, one vertically upwards and the other vertically downwards with the same speed. If the time taken by them to reach the ground is 6 seconds and 2 seconds respectively, then the height of the tower and initial speed of the ball each r എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? 2 ബോളുണ്ട്, ഒരേ ടവർ ഉണ്ട്. എക്സ് എന്നുള്ള ബോള് ഞാൻ മുകളിലോട്ട് എറിയുന്നു, അപ്പോൾ അതെങ്ങനെ പോകും? ഇങ്ങനെ പോകും. ഓക്കെ, വൈ എന്നുള്ള ബോള് ഞാൻ ഇങ്ങനെ എറിയുന്നു, അപ്പോൾ അത് ഇങ്ങനെ പോകും. ഓക്കെ, എക്സ് എന്നുള്ള ബോള് 6 സെക്കൻഡ്സ് എടുക്കുന്നു അല്ലേ, വൈ എന്നുള്ള ബോള് 2 സെക്കൻഡ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എത്ര? എറിയുന്ന വെലോസിറ്റി, രണ്ടാളും സെയിം വെലോസിറ്റിയിലാണ് എറിയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ വെലോസിറ്റി എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇതില്ലേ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എക്സിനെ മാത്രം സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എക്സ് ഇതാ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ചിലവരൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതൊരു പ്രൊജക്റ്റൈൽ മോഷനാക്കി ഇതൊരു ഹാഫാക്കി എടുക്കും, ഇത് പിന്നെ മറ്റൊരു ഹാഫായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് 2 ഹാഫാക്കി ചെയ്തൊരു പ്രൊജക്റ്റൈൽ മോഷൻ, അല്ലെങ്കിൽ ഇതൊരു വേറെ 2u/g അങ്ങനെ വേറെ ചെയ്യുന്നു, ഇത് വേറെ ചെയ്യുന്നു, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട.
നിങ്ങൾ നോക്കുക, രണ്ട് ബോഡിയുടെയും ഇനീഷ്യൽ പോയിൻ്റ് ഇത്, ഫൈനൽ പോയിൻ്റ് ഇത്, രണ്ടാമത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, സെയിം ആണ്. പാത്ത് എന്തോ ആയിക്കോട്ടെ, നമ്മൾ എസ് ഇസിക്കൾട്ട് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നൊക്കെ പറയുന്ന എസ് എന്ന സാധനം ഡിസ്റ്റൻസ് ആണോ? അല്ല, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനീഷ്യൽ പോയിൻറ്റ് ഫൈനൽ പോയിൻറ്റ് എങ്ങനെയൊക്കെ പോയിക്കോട്ടെ, ഫൈനൽ പോയിൻറ്റ് ഇനീഷ്യൽ പോയിൻറ്റ് മാത്രമേ ബാധിക്കുന്നുള്ളൂ. നോക്ക്, ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, മര്യാദയ്ക്ക് സൈൻ കൺവെൻഷൻ കൊടുക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുമ്പത്തെ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൈൻ കൺവെൻഷൻ എന്നുള്ള സാധനം നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കുന്ന സൈൻ കൺവെൻഷൻ, ഞാൻ കൊടുക്കുന്ന സൈൻ കൺവെൻഷൻ മുകളിലോട്ട് എന്തൊക്കെ വന്നാലും ഞാൻ നെഗറ്റീവേ കൊടുക്കത്തുള്ളൂ, അടിയിലോട്ട് എന്തൊക്കെ വന്നാലും ഞാൻ പോസിറ്റീവേ കൊടുക്കുള്ളൂ എന്ന് ഞാനത് തീരുമാനിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ തിരിച്ചും തീരുമാനിക്കാം. ജസ്റ്റ് ഈ സൈൻ കൺവെൻഷൻ പ്രകാരം കൊടുത്താൽ മതി. ഞാൻ എക്സ് എന്നുള്ള സാധനത്തിന് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, എക്സിന് ഇനീഷ്യൽ പോയിൻ്റ് ഇത്, ഫൈനൽ പോയിൻ്റ് ഇത്. ഞാൻ എന്ത് ഇക്വേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? എസ് ഇസിക്കൾട്ട് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ ഹൈറ്റാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഹൈറ്റ് ഉണ്ട്, ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്, ടൈം ഉണ്ട്, ആക്സഷൻ ഒക്കെ അറിയാം. അപ്പം എസ് ടി എ ഇവരൊക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? എസ് ഇസിക്കൾട്ട് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് രണ്ട് ബോഡിക്കും. അപ്പോൾ എക്സ് എന്നുള്ള ബോഡിക്ക് ഞാൻ നോക്കുന്നു. എക്സ് എന്ന ബോഡിന് ഞാൻ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഇനീഷ്യൽ പോയിൻ്റ് ഇത്, ഫൈനൽ പോയിൻ്റ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയാടാ? ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ടാണ്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ അടിയിലോട്ട് തന്നെ. അടിയിലോട്ട് ഞാൻ നോക്കുമ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ എക്സ് ബോഡിക്ക് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? എച്ച് അല്ലേ, പ്ലസ് എച്ച് ഇസിക്കൽ ടു യു ടി അല്ലേ. എക്സ് എന്നുള്ള ബോഡി ഞാൻ മുകളിലോട്ടാണ് എറിയുന്നത്, മുകളിലോട്ട് എൻ്റെ സൈൻ നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് യു ടി എത്രയാണ് ആ ബോഡിക്ക്? 6 ആണ്, 6 സെക്കൻഡ്സ് പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലേഷൻ എങ്ങോട്ടാ? അടിയിലോട്ടാണ്. അടിയിലോട്ട് എന്താണ് എൻ്റെ സൈൻ? പോസിറ്റീവാണ്. ഹാഫ് ജി എന്ന് പറഞ്ഞാൽ 10 ടി സ്ക്വയർ എത്രയാടാ? 6 സെക്കൻഡ്സ് ആണ്, 6 സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ എന്താ മാറി? എച്ച് ഇസിക്കൽ ടു -6u 5 ഇൻറ്റു 18 അല്ലേ, 5 ഇൻറ്റു 18 5 ഇൻറ്റു 36 ഇൻറ്റു 5 എത്രയാണ്? 180 അല്ലേ. ഓക്കെ, 180 പ്ലസ് 180, സിമ്പിൾ മാത്തമാറ്റിക്സ് അത്രേ ഉള്ളൂ, പ്ലസ് 180. ഇതാണ് എക്സ് ബോഡിയുടെ സാധനം. അപ്പോൾ നമുക്ക് നോക്കിയേ, രണ്ട് അൺനോൺ വേരിയബിൾസ് ഉണ്ട്. രണ്ട് ഇക്വേഷൻ ആണ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എവിടെ കിട്ടും? വൈ ബോഡിയിൽ നിന്ന് കിട്ടും. വൈ ബോഡിലാണ് നോക്കുമ്പോൾ ഞാൻ എന്താണ് അതിൻ്റെ ഇനീഷ്യൽ സെയിം സാധനം, ഇനീഷ്യൽ പോയിൻ്റ് ഇത്, ഫൈനൽ പോയിൻ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് തന്നെയാണ്? അടിയിലോട്ട് തന്നെയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് അടിയിലോട്ടാണെങ്കിൽ ഡയറക്റ്റ് സൈൻ എന്താണ്? പ്ലസ് തന്നെയാണ്. അപ്പം വൈനും ഞാൻ എസ് എന്ന് പറഞ്ഞാൽ പ്ലസ് എച്ച് ആണ്. യു എങ്ങോട്ട് ഞാൻ അറിയുന്നത്? അടിയിലോട്ടാണ് എറിയുന്നത്. അടിയിലോട്ടാണ് ഞാൻ യു ബോഡി അല്ലേ വൈന് എറിയുന്നത്. അപ്പോൾ അടിയിലോട്ട് എന്ത് തന്നെയാണ്? പോസിറ്റീവാണ്. അപ്പം യു ആ ബോഡിയുടെ ടൈം എത്ര? വൈ ബോഡി എത്ര ടൈം എടുക്കുള്ളൂ? 2 ടൈം എടുക്കുള്ളൂ, 2 സെക്കൻഡ്സ് പ്ലസ് ഹാഫ് ഇൻറ്റു ജി എങ്ങോട്ട് തന്നെയാണ്? അടിയിലോട്ടാണ്. അടിയിലോട്ട് പോസിറ്റീവാണ്. അപ്പോൾ 10 ടി സ്ക്വയർ 2 സ്ക്വയർ. അപ്പം എച്ച് ഇസിക്കൽ ടു 2u പ്ലസ് 20 അല്ലേ, 5ഉം 4 20. അപ്പം രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നടാ? രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഞാൻ രണ്ടിനെയും ആഡ് ചെയ്യുന്നു, അല്ല രണ്ടിനെയും സബ്ട്രാക്ട് ചെയ്യുന്നു. രണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പം ഈ മച്ചാൻ സബ്ട്രാക്ട് എന്ന് വെക്കും h മൈനസ് h 0 ഈസ് ഈക്വൽ ടു -6u -2u -8u -180 -20 എന്ന് വെച്ചാൽ -60 അല്ലേ, 160. അപ്പം 8u is equal to 160 അല്ലെങ്കിൽ u is equal to എത്രയാടാ? 160/8 that is equal to 20 meter per second. എസ് എത്ര? ഏതെങ്കിലും ഇക്വേഷൻ കൊണ്ടിട്ട് കൊടുക്കുക, ഇതിൽ കൊണ്ടിട്ട് കൊടുക്കുക. അപ്പം h is equal to 2 into 20 plus 20 that is equal to h is equal to 40 plus 20 that is equal to 60 meter. അപ്പോൾ ഹൈറ്റ് 60 meter, വെലോസിറ്റി 20 meter per second. ഓക്കെ, ഇനി ഇതില്ലേ? ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇത് ഇനി വേറൊരു വഴിയും ചെയ്യാം. ആ വഴി എങ്ങനെയാണ്? നിങ്ങൾക്ക് മാക്സിമം തോട്ട് പ്രോസസ് പറഞ്ഞാൽ സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ ബേസ് ഡെവലപ്പ് ആവും. ഇതേ സാധനം നമുക്ക് വേറെ വഴി ചെയ്യാം. എങ്ങനെ വേറെ വഴി? ഇപ്പോൾ നോക്കുക, നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് എന്നുള്ള ബോഡി ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നതിന് 6 സെക്കൻഡ് എടുക്കും. പക്ഷെ വൈ എന്നുള്ള ബോഡി അതേ വെലോസിറ്റിയിൽ അടിയിലോട്ട് എറിയുകയാണെങ്കിൽ വെറും 2 സെക്കൻഡ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എക്സ് ബോഡിയോട് സൂക്ഷിച്ച് നോക്കാം കേട്ടോ. എക്സ് ബോഡിയോട് ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ അല്ലേ, ഒരു ബോഡി ഒരു യു വെലോസിറ്റിയിൽ എറിയുകയാണെങ്കിൽ തിരിച്ച് അതേ പോയിന്റ് എത്തുമ്പോൾ യു വെലോസിറ്റി തന്നെയല്ലേ പോവുക അല്ലേ? എന്ന് വെച്ചാൽ ഈ മോഷൻ എക്സിൻ്റെ ഈ മോഷൻ വൈനായിട്ട് വെരി സിമിലർ ആണ് അല്ലേ? രണ്ടെണ്ണം ഒരേ വെലോസിറ്റി, രണ്ടെണ്ണം ഒരേ പോയിന്റിൽ നിന്ന് തുടങ്ങുക അല്ലേ? ഈ ഒരു മോഷനും ഈ മോഷൻ ഐഡൻറ്റിക്കൽ അല്ലേ?
അല്ലേ? അപ്പോൾ ഈ മോഷന് 2 seconds എടുക്കുമെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ഈ മോഷനും 2 seconds എടുക്കുള്ളൂ. പക്ഷെ മൊത്തം എക്സിൻ്റെ ടൈം 6 seconds ആണെങ്കിൽ ഈ മോഷൻ എടുക്കുന്ന ടൈം എത്രയുടെ ബാക്കി 4 seconds ആവുന്നു അല്ലേ? മുകളിലോട്ട് പോയി താഴത്തോട്ട് വരെ എടുക്കുന്ന ടൈം 4 seconds ആവുന്നു. എന്ന് വെച്ചാൽ മുകളിലോട്ട് പോകാൻ എടുക്കുന്ന ടൈം 2 seconds, അടിയിലോട്ട് എടുക്കുന്ന ടൈം 2 seconds ആവുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഇവിടുത്തെ വെലോസിറ്റി യു എന്ന് ഞാൻ വിളിക്കുന്നു, ഇവിടുത്തെ വെലോസിറ്റിനെ വി എന്ന് വിളിക്കുന്നു. ടൈം ഉണ്ട്, എനിക്ക് ആക്സലറേഷൻ അറിയാം. വി ഈസ് ഇക്വൽ ടു യു പ്ലസ് എ ടി. വി എന്ന് പറഞ്ഞാൽ 0 ആണ്, യു എനിക്കറിയില്ല. ആക്സലറേഷൻ 10 ആണ്, ടൈം 2 seconds ആണ്. യു ഈസ് ഇക്വൽ ടു -20 m/s. ഒറ്റയടിക്ക് യു കിട്ടി. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ മുകളിലോട്ട് എറിയുന്ന വെലോസിറ്റി 20 m/s ആണ്. ക്ലിയർ ആയോ? 20 m/s ആണ്. ഇനി നമുക്ക് സിമ്പിളായിട്ട് എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് സ്ക്വയർ ഏതെങ്കിലും ഒരു ബോഡിയിൽ നിങ്ങൾ ഡയറക്റ്റ് 20 പോയി ഇട്ട് കൊടുക്കുക, നിങ്ങൾക്ക് ഉത്തരമായി. മനസ്സിലായോ? ഇസ് ദാറ്റ് ക്ലിയർ? ആ ഒരു തോട്ട് പ്രോസസ്സും ക്ലിയർ ആണോ? മനസ്സിലായോ? ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം കിട്ടി. മനസ്സിലായോ? ഓക്കെ ആണോടാ? ജസ്റ്റ് ഒരു ലോജിക്ക് എന്നുള്ള സാധനം കൂടി കുറച്ചും കൂടി ഒരു തോട്ട് പ്രോസസ് എടുത്തപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് സാധനം കിട്ടി. വെറുതെ 2 ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ക്ലിയർ ആയോടാ? ആ പറഞ്ഞ സാധനം മനസ്സിലായോ? നമുക്ക് മറ്റേ ക്വസ്റ്റിനോട്ട് പോകല്ലേ? ക്ലിയർ അല്ലേ? അവിടെ ക്ലിയർ ആകാത്ത ദയവ് ചെയ്ത് 2-3 വട്ടം ക്വസ്റ്റ്യൻ കേൾക്കുക. നമുക്ക് വളരെ പരിമിതമായ ടൈം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടുന്നത്. ഓക്കെ, ഇതാ നമുക്ക് നമ്മുടെ ഇതിലോട്ട് പോവാം. ഈ 2 ക്വസ്റ്റ്യൻ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഏതൊക്കെ സുമാറിന് ഇങ്ങനെ എടുത്തതാണ്. പക്ഷേ ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ഏത് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ അല്ല, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ. എ മാൻ ഇൻ എ ബലൂൺ വെർട്ടിക്കലി റൈസിംഗ് വിത്ത് ആൻ ആക്സലറേഷൻ ഓഫ് 4.9 m/s². ആ ക്വസ്റ്റ്യൻ ചെയ്തേ. വെറുതെ ബി എന്നൊക്കെ പറഞ്ഞാൽ ഇടി മേടിക്കുക നിങ്ങൾ. ആടെ ബുദ്ധി വിമാനം തന്നെയാണ്. അല്ല നിങ്ങളപ്പോൾ പിടിച്ചിക്കണം. ഇന്നലത്തെ ക്വസ്റ്റ്യൻ, നേരത്തെ ആ ഉത്തരം എനിക്ക് ഗൂഗിൾ ചെയ്ത് കിട്ടുകയാണെന്ന് എനിക്ക് സംശയമുണ്ട്. The greatest height attained by a man in a balloon rising vertically with an acceleration of 4.9 m/s² releases a ball 2 seconds after the balloon is let go from the ground. The greatest height attained from the ground is. എടാ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നേരത്തെ ചെയ്തതാണോ? ആണോ? നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തതാണോ? അവിടെ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തതാണോ? വാഫിയ സെഹ്റ, അനു പ്രഭാകരൻ, ജാസിയ, ഫാത്തിമ നഫ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതാണ്. ഐഷ ലീനൊക്കെ നേരത്തെ ചെയ്തതാണ് ഈ ക്വസ്റ്റ്യൻ. അവിടെ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്താ? അയ്യോ, നോക്കേ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യനാണ് നമ്മുടെ സാധനം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ ബമ്പർ പ്രൈസ്, കാരണം ഈ സിമിലർ ക്വസ്റ്റ്യൻ വേറെ ബുക്കിലുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, നേരത്തെ ചെയ്തതാണല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആക്കാം. എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞുതരാം. A man in a balloon racing vertically with an acceleration of 4.9 m/s² releases a ball 2 seconds after the balloon is let go from the ground. The greatest height attained by the ball from the ground is. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഹോട്ട് എയർ ബലൂൺ ഉണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ, അതല്ല കേട്ടോ ബമ്പർ സാധനം. ഇതൊക്കെ നിങ്ങൾ വെറുതെ കാണാപ്പാടം പഠിച്ചൊന്ന് ഇവിടെ വന്നിട്ട് ഇതാക്കിയിട്ട് ഇടിക്കും ഞാനതിന്.
അപ്പോൾ മുകളിലോട്ട് എന്ത് സംഭവിക്കുന്നുണ്ടാ, നമ്മുടെ ബലൂൺ ഉണ്ട് അല്ലേ, ഈ ബലൂൺ ഒരു 4.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് 2 സെക്കൻഡ്സ് മുകളിലോട്ട് പോയതിനു ശേഷം 2 സെക്കൻഡ്സ് മുകളിലോട്ട് പോയതിനു ശേഷം അതിൽ നിന്ന് ഒരു ബോൾ താഴത്തോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു, താഴത്തോട്ട് റിലീസ് ചെയ്യുന്നു. ഇസ് ലെറ്റ് ഗോ, ഡ്രോപ്പ് അല്ല ലെറ്റ് ഗോ എന്ന് ചെയ്യുന്നു. റിലീസസ് എ ബോൾ 2 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബോൾ അതിൽ നിന്നു അല്ലേ, ഒരു ഹോട്ട് എയർ ബലൂൺ ഉണ്ട്, ആ ബലൂണ് 4.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മുകളിലോട്ട് ആ ഒരു ആക്സലേഷനിൽ 2 സെക്കൻഡ്സ് പോയതിനു ശേഷം അതിൽ നിന്ന് നമ്മളൊരു ബോൾ ഇടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ബോൾ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എത്രയെന്നുള്ള ചോദ്യം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു ബോഡിയിൽ നിന്ന് നമ്മൾ വേറൊരു ബോഡിയെ വിടുമ്പോൾ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇടുമ്പോഴൊക്കെ അതിനെന്താണ് മുമ്പത്തെ ബോഡിയിൽ നിന്ന് കിട്ടുക? ഒന്നുകൂടി ഞാൻ പറയുന്നു, ഒരു ബലൂൺ മുകളിലോട്ട് പോകുന്നു, അതിനൊരു ബോൾ ഞാൻ താഴത്തോട്ട് ഇടുകയാണെങ്കിൽ ഇതിൻ്റെ എന്താണ് ഇതിന് കിട്ടുക? ഇതിൻ്റെ വെലോസിറ്റി. ഇതിൻ്റെ വെലോസിറ്റി ആയിരിക്കും ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആവുക. എന്ന് വെച്ചാൽ മുകളിലോട്ട് 50 മീറ്റർ പെർ സെക്കൻഡിലാണ് ഈ ബലൂൺ പോയിട്ടുണ്ടെങ്കിൽ ഈ ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ബലൂൺ 50 മീറ്റർ പെർ സെക്കൻഡാണ് വെലോസിറ്റി എങ്കിൽ ഈ ബോളിന് എന്ത് കിട്ടും? 50 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കിട്ടും. അതാണ് ക്രൈറ്റീരിയ, അതാണ് അതിൻ്റെ ബേസിലുള്ള തിയറി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 4.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ആക്സലറേഷനിൽ ആ ബലൂൺ 2 സെക്കൻഡ് മുകളിലോട്ട് സഞ്ചരിച്ചു അല്ലേ. അപ്പം ഓൾറെഡി അത് ഗ്രൗണ്ടിൽ നിന്ന് 2 സെക്കൻഡ് ഒരു ഹൈറ്റിലുള്ളത് അല്ലേ. ആ ഹൈറ്റ് എത്രയെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പം എനിക്കറിയാം S=ut + ½ at² ആണ്. ഈ ബലൂൺ ഇനീഷ്യൽ വെലോസിറ്റി ഒന്നുമില്ല. S=0 + ½ × 4.9 t². t² എന്ന് പറയുമ്പോൾ 4 ആണ്. വെട്ടി 2. അപ്പം S=9.8 മീറ്റർ ആണ്. അപ്പം 9.8 മീറ്റർ ഹൈറ്റിൽ നിന്നിട്ടാണ് നമ്മൾ ഓൾറെഡി ബോളിനെ എന്ത് ചെയ്യുന്നത്, ഇന്ന് റിലീസ് ചെയ്യുന്നത്, ഈ ബലൂൺ ഇന്ന് റിലീസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബലൂൺ ഇവിടെ എത്തി 9.8 ഹൈറ്റിലെത്തി, എന്നിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതിൽ നിന്നൊരു ബോൾ റിലീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി, ഇതിന് മുകളിലോട്ടൊരു വെലോസിറ്റി ഉണ്ട്, അതിന് അതേമാതിരി മുകളിലോട്ടൊരു വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റി വെച്ച് അത് മുകളിലോട്ടൊരു ഹൈറ്റ് സഞ്ചരിക്കില്ലേടാ, മുകളിലോട്ടൊരു ഹൈറ്റ് സഞ്ചരിക്കൂലേ? സഞ്ചരിക്കും അല്ലേ. മുകളിലോട്ടൊരു ഹൈറ്റ് സഞ്ചരിക്കൂലേ? സഞ്ചരിക്കും അല്ലേ. മുകളിലോട്ടൊരു ഹൈറ്റ് സഞ്ചരിക്കും. അപ്പോൾ മുകളിലോട്ടൊരു ഹൈറ്റ് സഞ്ചരിക്കും. ഈ ഹൈറ്റ് എങ്ങനെ നമ്മൾ കണ്ടിരിക്കുക? ഇവിടുത്തെ വെലോസിറ്റി ഞാൻ v എന്ന് വിളിച്ചു, ഒരു ഹൈറ്റ് മാക്സിമം ഹൈറ്റ്. ഇവിടുത്തെ വെലോസിറ്റി ഞാൻ u എന്ന് വിളിച്ചു. ഇവിടുത്തെ വെലോസിറ്റിനെ ഞാൻ അത് നോക്കാം. നമുക്ക് ഈ ബലൂണിൻ്റെ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ് നോക്കാം. അപ്പോൾ ഞാൻ എഴുതുന്നു ബലൂണിൻ്റെ വെലോസിറ്റി, ഈ വെലോസിറ്റി എത്രയാണ് നോക്കുന്നു. v=u + 80 ആണ്. v= ഇനീഷ്യൽ റെസ്റ്റ് എന്നാണ് 0 + 9.8 × ടൈം 2 സെക്കൻഡ്സ് ആണ്. v=19.6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ന് വെച്ചാൽ ബലൂണിൻ്റെ അപ്പത്തെ വെലോസിറ്റി 19.6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ ബോളിനും കിട്ടുന്ന വെലോസിറ്റി എത്രയാണ്? 19.6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ ബോളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 19.6 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. അതൊരു ഫൈനൽ വെലോസിറ്റി, ഒരു ഹൈറ്റ് വരെ പോയിട്ടാണ് അത് അടിയിലോട്ട് വരിക. അപ്പോൾ ഈ ഇവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? ഇവിടുത്തെ വെലോസിറ്റി 0 അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കൂടി നമുക്ക് അറിയണം. അപ്പോൾ ഞാൻ എഴുതുന്നു v² = u² + 2as. v² 0 അല്ലേ, ഇവിടുത്തെ വെലോസിറ്റി 0 = u². u² എന്ന് എത്രടാ? 19.6 സ്ക്വയർ + 2 × ആക്സലറേഷൻ എങ്ങോട്ടടാ? ആക്സലറേഷൻ അടിയിലോട്ടാണ്. അപ്പം മൈനസ് എത്ര? 9.8. മൈനസ് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കുഴപ്പമില്ല. 9.8 s അല്ലേ. അപ്പം 19.6 × 19.6 / 2 × 9.8 ആണ് s. അപ്പം വെട്ടി 2 തവണ വെട്ടി അവിടെ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ. അയ്യോ സോറി നമ്മുടെ ആക്സലറേഷൻ എത്ര തന്നിട്ടുള്ളത്? 4.9. നിങ്ങൾക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയോ? ഒന്നുകൂടി വരാം. ആക്സലറേഷൻ 4.9. അപ്പോൾ നോക്ക്, എല്ലാവരും നോക്കിയടാ, കൺഫ്യൂഷൻ ഒക്കെ തീർത്തല്ലേ, ഇതോടെ തീർന്നു എടാ, ഇതോടെ തീർന്നു. എല്ലാം നോക്ക്. ബേസിക് ഐഡിയോളജിയാണ്. ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആ മറ്റേ സാധനങ്ങൾ കഴിഞ്ഞിട്ട് പോവാം. എന്തടാ? ഓക്കെ, നോക്കാം, എല്ലാം നോക്കിക്കേ. ഗ്രൗണ്ടിൽ നിന്ന് ഞാനൊരു ഹോട്ട് എയർ ബലൂൺ സ്റ്റാർട്ട് ചെയ്തു, അതൊരു ഹൈറ്റ് വരെ പോയി. ഇതിൻ്റെ ആക്സലറേഷൻ എത്രയാണ്? 4.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ടൈം 2 സെക്കൻഡ്സ് ആണ് മുകളിലോട്ട് സഞ്ചരിച്ചിട്ടുള്ളത്. ഓക്കെ, മുകളിലോട്ട് സഞ്ചരിച്ച് അത് ഇവിടെ എത്തി.
അപ്പം ഈ ഹൈറ്റ് എത്രയും നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ എഴുതുന്നു എസ് ഇസ് ഇക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ ആണ്. എസ് ഇസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു 4.9 ടി സ്ക്വയർ, ടി സ്ക്വയർ 2 സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എസ് ഇസ് ഇക്വൽ ടു 4.9 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഇക്വൽ ടു 9.8 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, 9.8 മീറ്റർ എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ ബലൂൺ റൈസ് ചെയ്ത ഹൈറ്റ്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 9.8 മീറ്ററിലാണ് ഈ ബലൂൺ ഉള്ളത്. ഓക്കെ, സഞ്ചരിച്ച് അത് 9.8 മീറ്ററിലെത്തി. ഇനി ഞാൻ ബോളിനെ ഡ്രോപ്പ് ചെയ്യുകയാണ്. ബോളിനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ ബലൂൺ എന്ത് വെലോസിറ്റിയാണോ ഉള്ളത് അതേ വെലോസിറ്റിയാണ് ബോളിന് കിട്ടുക. അപ്പോൾ ഈ ബലൂൺ വെലോസിറ്റി എന്താണെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്നു വി ഇസ് ഇക്വൽ ടു, ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഇവിടുത്തെ വെലോസിറ്റി എന്താണെന്ന് എനിക്ക് അറിയണം. അപ്പോൾ വി ഇസ് ഇക്വൽ ടു യു പ്ലസ് എ ടി. വി ഇസ് ഇക്വൽ ടു യു 0 ആണ്. ആക്സഷൻ, ഈ ബലൂണിൻ്റെ ആക്സഷൻ എത്രയാണ്? 4.9 ആണ്. ഞാൻ നേരത്തെ അറിയാണ്ട് 9.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതാണ് മിസ്റ്റേക്ക് വന്നത്. 4.9 ഇൻറ്റു ടി ടൈം 2 സെക്കൻഡ്സ് ആണ് ആ ബലൂൺ സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ വി ഇസ് ഇക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ന് വെച്ചാൽ ഈ ബലൂണ് അപ്പോൾ 2 സെക്കൻഡ്സ് ആയപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഞാനൊരു അതിൽ നിന്ന് ഒരു ബോളിനെ റിലീസ് ചെയ്യുമ്പോൾ ആ ബോളിന് എന്തുണ്ടാവും? മുകളിലോട്ട് 9.8 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാവും അല്ലേ? മുകളിലോട്ടാണ് 9.8. അതിൻ്റെ അർത്ഥം ആ ബോഡി ഒരു മുകളിൽ ഒരു എക്സ്ട്രാ ഹൈറ്റോടും പോയിട്ട് താഴത്തോട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ ഈ മോഷൻ നോക്കുന്നു, ഈ ബോളിൻ്റെ ഈ മോഷൻ നോക്കുന്നു. അപ്പോൾ ഓൾറെഡി അത് എത്ര ഹൈറ്റിലുള്ള ഗ്രൗണ്ടിൽ നിന്ന് 9.8 മീറ്റർ ഹൈറ്റിനാണുള്ളത് എന്ന് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിന് മുകളിലോട്ട് ഒരു എക്സ്ട്രാ ദൂരം കൂടി പോകുന്നുണ്ട്. ഈ ദൂരം എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇവിടുത്തെ വെലോസിറ്റി 9.8 എന്ന് കിട്ടി. ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 0. ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം, ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. വി സ്ക്വയർ ഈസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0, യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 9.8 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആക്സഷൻ അടിയിലോട്ടാണ് മൈനസ് 9.8 എസ് എന്ന് വെച്ചാൽ 9.8 ഇൻറ്റു 9.8 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 9.8 ആണ് ആ മുകളിലോട്ട് സഞ്ചരിച്ച ദൂരം. വെട്ടി 4.9. അപ്പോൾ എസ് എക്സ്ട്രാ ദൂരം എസ് ഇസ് ഇക്വൽ ടു 4.9 ദൂരം. എന്ന് വെച്ചാൽ ഈ ബലൂൺ, ഈ ബോൾ റിലീസ് ചെയ്ത ബോൾ ഒരു എക്സ്ട്രാ ആയിട്ട് മുകളിലോട്ട് എത്ര സഞ്ചരിച്ചടാ? 4.9 മീറ്റർ സഞ്ചരിച്ചു. ഓൾറെഡി അത് എത്ര ഹൈറ്റിലുള്ളത്? 9.8 ഹൈറ്റിലുള്ള. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഗ്രൗണ്ട് എത്രടാ? 9.8 പ്ലസ് 4.9 ദാറ്റ് ഇസ് ഇക്വൽ ടു 14.7 മീറ്റേഴ്സ്. ഈസ് ദാറ്റ് ക്ലിയർ? അത് കോംപ്ലിക്കേറ്റഡ് ആക്കിയോ? ഞാൻ ആക്കിയോ? അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? അപ്പോൾ ഓപ്ഷൻ എ 14.7 മീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഇസ് ദാറ്റ് ക്ലിയർ? ഇവിടെ മനസ്സിലായോ? ഇവിടെ മനസ്സിലായോ? എല്ലാവരും പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? ഇനി നിങ്ങളിതാ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ടാറ്റ ബൈ ബൈ വരണം. ഇത് ഫസ്റ്റ് പറയുന്ന ആൾക്കാണ് കേട്ടോ സമ്മാനം. എന്നാ ഞാൻ മാറിത്തരാം. ഇതാ ഈ അവസാനത്തെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഉത്തരം പറയുന്ന ആൾക്കാണ് ഫസ്റ്റ് സമ്മാനം. വേഗം പറഞ്ഞേ, വേഗം ചെയ്തേ. എടാ ബലൂൺസ് ആണ്, നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എല്ലാവരും ലീവ് ചെയ്തതിന് ശേഷം ആ മനസ്സിലാകാത്തതിൽ കൂടി ഇരുന്നാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇതിൽ ഉത്തരം പറയുന്ന ആൾക്ക് സമ്മാനം അടിച്ചിട്ട് വിട്ടോ. ഇത് നിങ്ങൾ MTG ഒന്നും ഇല്ലല്ലോ? ഉണ്ടോ? അവിടെ പറഞ്ഞോ?
ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പം എന്താ പറയുക, എ റോക്കറ്റ് ഈസ് ഫയർഡ് അപ്വേർഡ്സ് ഫ്രം ദി എർത്ത് സർഫേസസ് ദാറ്റ് ഹാസ് ആൻ ആക്സലറേഷൻ ഓഫ് 9.6 meter per second square. If after 5 seconds its engine is switched off, the maximum height attained of the rocket from the earth surface is. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നല്ല വൃത്തിക്ക് ചെയ്ത് കാണിച്ചത്, സ്റ്റെപ്പ് ചെയ്ത്. ഇതിൻ്റെ അതേ സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ് നേരത്തെ ചെയ്തതും ഏകദേശം. അപ്പോൾ നമുക്ക് ഒരു റോക്കറ്റ് ഉണ്ട്. ഓക്കെ, ആ റോക്കറ്റ് മുകളിലോട്ട് ഒരു 19.6 meter per second square മുകളിലോട്ട് പോകുന്നത്. ആ മുകളിലോട്ട് ഒരു 5 സെക്കൻഡ് ദൂരം അത് ആ വെലോസിറ്റിയിൽ മുകളിലോട്ട് പോയി. 5 സെക്കൻഡ് ദൂരം ആ വെലോസിറ്റി പോയി. കുറച്ച് കഴിയുമ്പം അതെന്താ, അതിൻ്റെ എൻജിൻ ഓഫ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഇതിന് ശേഷം ആ എൻജിൻ ആക്സലറേഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ബോഡി താനേ താഴത്തോട്ട് വരുമോ? ആക്സലറേഷൻ 0 ആൽ ബോഡി താഴത്തോട്ട് വരുമോ? വരില്ല. എന്തുകൊണ്ട് വരില്ല? കാരണം ഇവിടെ ഒരു ആക്സലറേഷൻ ഉണ്ടായിരുന്നു, അത് പൊന്തി പോയി. ആക്സലറേഷൻ പോയി കൂടി എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ടാവുമായിരുന്നു. ആ വെലോസിറ്റി വെച്ച് അതൊരു ഹൈറ്റ് അറ്റൈൻ ചെയ്യും, വേറെ എക്സ്ട്രാ ഹൈറ്റ് അറ്റൈൻ ചെയ്യും. അപ്പോൾ മൊത്തത്തിലുള്ള ഹൈറ്റ് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ആക്സലറേഷൻ മാത്രം വെച്ചുകൊണ്ട് ഇവൻ എത്ര ഹൈറ്റ് സഞ്ചരിച്ചു എന്നുള്ള സാധനം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. 5 സെക്കൻഡ് കൊണ്ട് എത്ര സഞ്ചരിച്ചു? നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് അല്ലേ? ബോഡി റോക്കറ്റ് നമ്മൾ കത്തിക്കുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുന്നു എസ് ഇസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് ഇസിക്കൽ ടു യു 0t പ്ലസ് ഹാഫ്. ആക്സലറേഷൻ എത്രയാണ് റോക്കറ്റിൻ്റെ? 19.6 ആണ് ആക്സലറേഷൻ. ടി സ്ക്വയർ ടൈം എത്ര തന്നിട്ടുള്ള? 5 സ്ക്വയർ. അപ്പം ബേസിക്കലി എസ് ഇസിക്കൽ ടു 9.8 ഇൻറ്റു 25. 9.825 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 9825 245 അല്ലേ? 245 അല്ലേ? 245 മീറ്റർ എന്ന് വെച്ചാൽ എൻജിൻ ഉപയോഗിച്ച് അത് അറ്റൈൻ ചെയ്ത ഹൈറ്റ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാടാ? ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 245. ഇതാണ് ഉത്തരം. അല്ല, ബോഡി ഇത്ര ഹൈറ്റ് അല്ല അറ്റൈൻ ചെയ്തത്. കാരണം ഇതിന് ഇവിടെ എത്തുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ട് അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. പക്ഷേ ഈ ആക്സലറേഷൻ ഉപയോഗിച്ച് ഇത്രയും ടൈം സഞ്ചരിച്ചില്ലേ? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v, ആക്സലറേഷൻ ടൈം ഒക്കെ ഉണ്ട്. ഇക്വേഷൻ ഏതാടാ? v ഇസിക്വൽ ടു u പ്ലസ് എ ടി. അപ്പോൾ ഞാൻ എഴുതുന്നു v എനിക്ക് അറിയാൻ പാടില്ല, u 0 പ്ലസ് ആക്സലറേഷൻ പറയുമ്പോൾ 19.6. ടൈം എത്രയാ? 5 സെക്കൻഡ്സ് അല്ലേ? 5 സെക്കൻഡ്സ്. ആക്സലറേഷൻ 5 സെക്കൻഡ്സ് അല്ലേ? അല്ലേടാ? അപ്പോൾ എത്രയായി? 0.503848 അല്ലേ? അപ്പോൾ v ഇസിക്വൽ ടു 98 meter per second എന്ന് വെച്ചാൽ അതിന് ഇവിടെ എത്തുമ്പം 98 meter per second എന്ന് പറഞ്ഞ വെലോസിറ്റി മുകളിലോട്ടുണ്ട്. ബോഡി എപ്പോഴേ നിൽക്കുള്ളൂ, അതിൻ്റെ വെലോസിറ്റി 0 ആവാൻ വരെ നിൽക്കുള്ളൂ. എന്ന് വെച്ചാൽ അത് 0 ആവണ വരെ പോകും അല്ലെ? 98, 97, 96, 95, 94, 93 ഇങ്ങനെ പോയി 0 ആവുന്ന വരെ അത് മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം മുകളിൽ ഒരു 0 ആവുന്ന വരെ ഇത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു മോഷൻ ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി, ഇതാണ് ഫൈനൽ വെലോസിറ്റി. ആക്സലറേഷൻ അടിയിലോട്ട് 9.8 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എസ് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വി സ്ക്വയർ ഇസിക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ് അല്ലേ? വി ഉണ്ട്, യു ഉണ്ട്, എസ് ഉണ്ട്, എ ഉണ്ട്. വി സ്ക്വയർ ഇസിക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നാണ് ഇക്വേഷൻ. 0 ആണ് ഫൈനൽ വെലോസിറ്റി. ഇസിക്വൽ ടു യു സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എത്രടാ? 98 അല്ലേ? 98 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആക്സലറേഷൻ എങ്ങോട്ടാണ്? അടിയിലോട്ടാണ്. മൈനസ് 9.8 ഇൻറ്റു എസ് എന്നാണ്. അപ്പം 98 ഇൻറ്റു 98 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 9.8 എന്നാണ്. വെട്ടി 10 തവണ വെട്ടി 49. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എസ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്രയാണ്? 490 എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് 490 എന്നാണ്. ഐഡിയ ഡിസ്റ്റൻസ് 245. ഇതാണ് മൊത്തം ഡിസ്റ്റൻസ്. യുവർ ആൻസർ ഈസ് 490 പ്ലസ് 245 ദാറ്റ് ഈസ് ഈക്വൽ ടു 735 മീറ്റർ. ആൻഡ് ഫസ്റ്റായിട്ട് ഉത്തരം പറഞ്ഞത് ജാസിയക്കാണ് നമുക്ക് ക്യാപ്സ്യൂൾ അടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജാസിയെ നമ്മൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അഥവാ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ താഴത്തെ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ജാസിയ. ഓക്കെ, അവിടെ മനസ്സിലായോ പിള്ളേരെ? മനസ്സിലായോ? ഞാൻ എന്തെങ്കിലും ഒന്നും കൂടി പറയണോ? മതി, ഇന്നത്തെ സെഷൻ മതി. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ PDF വേണമെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ നോക്കിക്കോ. ഇങ്ങനെയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, വെറുതെ ഒന്ന് നോക്കിക്കോ. നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യനും പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ഉള്ളതൊക്കെ.
ഓക്കെ. നിങ്ങൾ പോസ് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ 5-6 ക്വസ്റ്റ്യനേ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ ജാസിയൊക്കെയാണ് പ്രൈസ് അടിച്ചിട്ടുള്ളത്. കൺഗ്രാറ്റ്സ് ജാസിയ. ജാസിനെ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ജാസിക്ക് ക്യാപ്സ്യൂൾ ഇല്ലല്ലോ? ക്യാപ്സ്യൂളുണ്ട്. ജാസി ക്യാപ്സ്യൂൾ സ്റ്റുഡൻ്റ് ആണോ? അല്ലല്ലോ? ആണെങ്കിൽ അതിൻ്റെ അടിയത്തുള്ള ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ MTG ഒക്കെ കാണാപ്പാടം പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? ശരിയാക്കി തരാം. നാളെ ഞാൻ കുറച്ചുകൂടി സാധനം ശരിയാക്കി തരാം. അവിടെ നിങ്ങളതൊക്കെ ഇല്ലേ, ഈ താഴത്തുള്ള നമ്പറില്ലേ, ഡോപ്പേ നമ്പറിൽ ഒന്ന് മെസ്സേജ് അവർ നിങ്ങൾക്ക് വേണ്ട പോലെ നിർദ്ദേശം ഇൻസ്ട്രക്ഷൻസ് തരും കേട്ടോ, വേണ്ട പോലെ തരും. ഓക്കെ, ഇനി അവിടെ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും രണ്ടാമത് പറയേണ്ട ആവശ്യമുണ്ട്. ഈ സാധനമൊക്കെ മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാത്തിട്ട് ഇപ്പോൾ പറഞ്ഞ ബാക്കി എല്ലാവരും വിട്ടോ. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, വീണ്ടും പറയാണ്, നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന ഒന്നും വെറുതെ ആയാലും മക്കളെ ധൈര്യമായിട്ട് പഠിച്ചോ. സമയമുണ്ട്. നിങ്ങൾ ഇരുന്ന് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ ഈ ക്ലാസ് ഇപ്പം ആദ്യമായിട്ട് നിങ്ങൾ വണ്ടി പഠിക്കുക, നിങ്ങൾ വണ്ടിയിലൊരു ഹാഫ് നോളജ് ആയിട്ട് ഈ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവാത്ത പോലെ ഉണ്ടാവും. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഇരിക്കുക. അറബി പോലെ തോന്നുന്നുണ്ടാവും, കന്നഡ പോലെ ഒക്കെ തോന്നുന്നുണ്ടാവും. അതൊന്നും നിങ്ങളുടെ പ്രശ്നമല്ല. തിയറി അറിയാനായിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് എന്തിരിക്കുക, ഒന്ന് ഇരിക്കുക. മെല്ലെ വീഡിയോ 1-2 വട്ടം ഒന്ന് കേൾക്കുക, എന്നിട്ടൊന്ന് ആലോചിക്കുക, എന്നിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കുക. ഇനി ഇരുന്ന് മാത്രമേ ഇത് കിട്ടുള്ളൂ. ഞാനായാലും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നീറ്റിൽ ഫസ്റ്റ് റാങ്ക് അടിച്ചതിനൊക്കെ നിങ്ങളെപ്പോലെ ഒന്നും അറിയാത്ത പിള്ളേരായിരുന്നു. ഇരുന്ന് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇരുന്നേ അത് പറ്റുള്ളൂ. ഒരു വട്ടം ഇരുന്ന് ഇത് സാധനം കിട്ടില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ പിണങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾ വേറെ നീ പണിക്ക് പോകുന്നത് നല്ലത്. കാരണം അങ്ങനെ പിണങ്ങി പോവാതെ അവിടെ തന്നെ ഇരുന്ന് ചെയ്തവരാണ് ഇപ്പോൾ ഓരോ മെഡിക്കൽ കോളേജിലുള്ളത്. മനസ്സിലായോ? നിങ്ങളെപ്പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ എത്തുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വലിയ ബുദ്ധിയൊന്നും വേണ്ട. ദയവ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കുക. കല്യാണം, സൽക്കാരം, പെണ്ണുകൂടൽ, പെണ്ണ് കാണൽ, എക്സെട്ര ഒക്കെ ഒഴിവാക്കുക. നമ്മുടെ K-ഡ്രാമ, BTS സീരീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം ഒഴിവാക്കുക. ഇനിയുള്ള 1-1.5 മാസം നല്ല പവർ പാക്ഡായിട്ട് പഠിക്കുക. അത്യാവശ്യം ഉറങ്ങുക. സിമ്പിളായിട്ട് നല്ല കോളേജ് കിട്ടും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത്രത്തോളം മാർക്ക് കൂടി കിട്ടുകയാണ്. അത്രത്തോളം നല്ല കോളേജിലാണ് നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. എത്ര നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഭയങ്കര വലിയ സ്കോർ ഇല്ലെങ്കിലും നിങ്ങളിപ്പോൾ ആലോചിക്കുന്ന ഒരു സെൽഫ് ഫിനാൻസ് കൂടിയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ല കോളേജ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ സെൽഫ് ഫിനാൻസ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് നല്ല ബോർഡറിലപ്പോൾ നിങ്ങൾ പഠിത്തം കൊണ്ടുണ്ടായിട്ടുണ്ടാവുക. നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ നിങ്ങൾ വേറെ കാറ്റഗറി ചാടുക. അപ്പോൾ ഓരോ സെക്കൻഡ് മാറ്റർ ചെയ്യുന്നുണ്ട്. അത്ര നിങ്ങൾ കഷ്ടപ്പെടുക, അത്ര നിങ്ങൾ വർക്ക് ചെയ്യുക. എന്തായാലും സാധനം കൂടി ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ IQന് യാതൊരു റെലവൻസും ഇല്ല. ബേസിക് IQ ഉള്ളവരാണ് ഈ ക്ലാസ് കാണുന്നത്, ഈ ക്ലാസ് എടുക്കുന്നത് ഞാനൊക്കെ. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന എത്രത്തോളം നിങ്ങൾ ഡെഡിക്കേഷൻ ചെയ്യുന്നു, എത്രത്തോളം നിങ്ങൾ ഇതിനു വേണ്ടി തല കുത്തി നിൽക്കുന്നോ നിങ്ങൾക്ക് ഈ സാധനം പോകുന്നിരിക്കും. ഹാർഡ് വർക്ക് ഒരിക്കലും വെറുതെ ആവില്ല. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ല ഇതുപോലെ ക്ലാസ്സൊക്കെ എടുത്തിട്ട് നിങ്ങൾ കുറച്ച് പോക്കറ്റ് മണിയും കാര്യമൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈഫ് ചിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഞാൻ പറയുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്. അത് വെറുതെ ഈ കാണുന്ന 5-10 പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പം 130+ കുട്ടികളുണ്ടായിരുന്നു. ഇപ്പം 130 കുട്ടികൾ മനസ്സിലാതെ അറബിയായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള 100 പേരും അറബിയായിട്ട് ഇരിക്കുകയാണോ? അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പം ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ബാക്കിയുള്ളവർക്കൊക്കെ പോവാം. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ ബലൂണിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് പറഞ്ഞാൽ എടാ, നാളെ മോഷന് പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഏത് മെറ്റീരിയലാണെന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഇറ്റ് ഡസൻ മാറ്റർ. നിങ്ങൾ വലിയ കൊല്ലകൊമ്പത്തെ HC വർമ്മൊന്നും ഉപയോഗിക്കാൻ മതി. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ ഡോപ്പ് ചെയ്ത മെറ്റീരിയൽ നമുക്ക് അപ്പോൾ ഇട്ട ക്യാപ്സ്യൂളൊക്കെ ആണെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് ഉള്ള, നല്ല റെലവൻ്റ് ആയിട്ടുള്ള, ഹൈ ലിങ്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ചെയ്താൽ തന്നെ ധാരാളമാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഹന്തായാലും MTG ഒക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം എല്ലാവരും വിട്ടോ. ഞാൻ ആ ബലൂൺ ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞിട്ട് ഞാനും സലാം പറയാണ്. ഓക്കെ, എന്താ ആ ബലൂൺ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. 1/2 മണിക്കൂർ എക്സ്ട്രാ ആയി. ഓ മൈ ഗോഡ്. എടാ ബലൂൺ ക്വസ്റ്റ്യൻ എവിടെടാ? സോറി. അവിടെ നമ്മോട് എന്താ പറഞ്ഞിട്ടുള്ളത്?
എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ബലൂണുണ്ട്, ഒരു ഹോട്ട് എയർ ബലൂണുണ്ട്. ഓക്കെ, ആ ബലൂണിന് മുകളിലോട്ട് ഒരു 4.9 m/s² ആക്സലറേഷൻ ഉണ്ട്. ഓക്കെ, അത് 2 സെക്കൻഡ് മുകളിലോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹൈറ്റ് എത്തിയിട്ടുണ്ട്. ഇത്രയും ഹൈറ്റ് എത്തിയിട്ടെന്ന് വിചാരിക്കുക. ഇനി എന്ത് സംഭവിക്കുകയാണ്? ഈ ഹൈറ്റിൽ വെച്ചിട്ട് ആ മച്ചാൻ ഒരു ബോളിനെ ഡ്രോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, റിലീസ് ചെയ്യുകയാണ്. ഒരു ബലൂണിൽ നിന്ന് ബോളിനെ ഡ്രോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു സാധനത്തിൽ നിന്ന്, ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയെ വിടുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് സ്വാഭാവികമായിട്ടും അല്ലേ മുകളിലോട്ടാണ് ആക്സലറേഷൻ ഉണ്ടായത്. ആ ബലൂൺ അല്ലേ, ആ ഹോട്ട് എയർ ബലൂൺ മുകളിലോട്ടാണ് ആക്സലറേഷൻ എന്ന് വെച്ചാൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു പോയിന്റ് അതിന് എങ്ങോട്ടാണ് ആക്സലറേഷൻ ഉണ്ടാവുക, വെലോസിറ്റി ഉണ്ടാവുക? ഇങ്ങോട്ടാണ് വെലോസിറ്റി ഉണ്ടാവുക അല്ലേ. മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിലോട്ടാണ് വെലോസിറ്റി ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് നിക്ഷേപിക്കുന്ന ബോളിനും എന്തുണ്ടാവുക? മുകളിലോട്ടൊരു വെലോസിറ്റി v ഉണ്ടായിരിക്കും. വെലോസിറ്റി ഉണ്ടായിരിക്കും. അതാണ് തിയറി സാധനം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മോട് ചോദിച്ചുള്ളത് ഈ ബലൂൺ, ഈ ഒരു ബോൾ, ഈ ഒരു v വെലോസിറ്റി 0 ആവുന്നത് വരെ മുകളിലോട്ട് പോകില്ലേ? 0 ആവുന്നത് വരെ അത് മുകളിലോട്ട് പോകും. അപ്പോൾ നമ്മോട് ചോദിച്ചത് മൊത്തം ദൂരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കറിയാം ഈ ബോളും ബലൂണൊക്കെ ഒറ്റ എൻറ്റിറ്റിയാണ്. അത് ഒരുമിച്ചാണ് 2 സെക്കൻഡ് മുകളിലോട്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ദൂരം എത്രയാ? ½ × 4.9 × 2² അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല. അപ്പോൾ s=ut + ½ s=12 മാത്രം. അപ്പം ഒരു ടൂം വെട്ടിപ്പോയി, ബാക്കി 9.8 മീറ്റർ എന്ന് വെച്ചാൽ 9.8 മീറ്റർ ഈ ബലൂൺ മുകളിലോട്ട് സഞ്ചരിച്ചു എന്നിട്ടാണ് ആ ബോളിനെ നിക്ഷേപിക്കുന്നത്. അപ്പോൾ 9.8 മീറ്റർ സഞ്ചരിച്ചു എന്നിട്ടാണ്. അപ്പം ഓൾറെഡി ഈ ബോൾ എത്ര ഹൈറ്റിലുള്ള? 9.8 മീറ്റർ ഹൈറ്റിലുള്ള. ഇനി കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കും. അപ്പോൾ എനിക്ക് ഈ വെലോസിറ്റി എത്രയാണെന്ന് അറിയണം. ഈ വെലോസിറ്റി അറിഞ്ഞാൽ മതി അല്ലേ. ഈ വെലോസിറ്റി തന്നെയാണ് ഇതിന് കൊടുക്കുന്ന വെലോസിറ്റി. അപ്പോൾ ഈ വെലോസിറ്റി എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നു. ഇനീഷ്യൽ വെലോസിറ്റി ഇവിടുത്തെ 0 ആണ് അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. മൊത്തം ടൈം 2 സെക്കൻഡ്സ് ആണ്. ആക്സലറേഷൻ 4.9 ആണ്. v ഉണ്ട്, u ഉണ്ട്, a ഉണ്ട്, t ഉണ്ട്. ഇക്വേഷൻ v = u + at എന്നാണ്. അപ്പം v എന്ന് പറയുന്നത് ഫൈനൽ സാധനം അല്ലെ, നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനം. ഫൈനൽ സാധനം = u, എനിക്ക് 0 ആണ് അല്ലേ. പ്ലസ് ആക്സലറേഷൻ എന്ന് പറയുന്ന സാധനം എത്രയാടാ? 4.9 ആണ്. എത്ര സമയം സഞ്ചരിച്ചില്ല? 2 സെക്കൻഡ് സഞ്ചരിച്ചില്ല. അപ്പോൾ v എത്ര തന്നെയാണ്? 9.8 m/s ആണ്. എന്ന് വെച്ചാൽ ഈ ബോളിനെ 2 സെക്കൻഡ് കഴിഞ്ഞ് ഈ ബലൂൺ നിക്ഷേപിക്കുമ്പോൾ ഈ ബലൂണിൻ്റെ വെലോസിറ്റി 9.8 m/s മുകളിലോട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബോളിനും എത്ര കിട്ടുമടാ? മുകളിലോട്ട് എത്ര കിട്ടും? 9.8 m/s കിട്ടും അല്ലേ. ഇനി ഇത് വെച്ച് അത് കുറച്ച് ദൂരം മുകളിലോട്ട് സഞ്ചരിക്കും അല്ലേ. 0 ആണ്, 9.8, 9.7, 9.6, 4, 3, 2, 1 വരെ മുകളിലോട്ട് വന്നിട്ടാണ് അത് അടിയിലോട്ട് വരിക അല്ലേ. അപ്പം അത് ഞാൻ അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും ഇതിന് ഇനീഷ്യൽ വെലോസിറ്റി, ഈ ഒരു മോഷനെ ഞാൻ ഇതിന് ഇനീഷ്യൽ വെലോസിറ്റി = 9.8 m/s. ഫൈനൽ വെലോസിറ്റി = 0. മൊത്തം ഇവിടുത്തെ ആക്സലറേഷൻ അടിയിലോട്ടാണ്. ആക്സലറേഷൻ അടിയിലോട്ട് 9.8 ആണ്. ആക്സലറേഷൻ അടിയിലോട്ട് 9.8 m/s² ആണ്. അങ്ങനെയാണെങ്കിൽ എസ് എത്ര എന്നാണ് ചോദ്യം. അപ്പം ആക്സലറേഷൻ VUS ഇക്വേഷൻ ഏതാടാ? v² = u² + 2as. v² 0, u² എത്രയാണ്? 9.8² + 2 × ആക്സലറേഷൻ എത്രയാണ്? -9.8 അടിയിലോട്ട് അല്ലേ, ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പം ആൻസർ എത്രയാണ്? 9.8 × 9.8 / 2 × 9.8. ഒരു 9.8 കിട്ടി, 9.8 കിട്ടി, 2 9.8 4.9 ആയി. എന്ന് വെച്ചാൽ എക്സ്ട്രാ ദൂരം സഞ്ചരിച്ച മുകളിലോട്ട് ഈ ബോൾ ഒറ്റയ്ക്ക് സഞ്ചരിച്ച ദൂരം എത്ര? ഈ ദൂരം എത്രയാ? 4.9 m/s. അത് ഓൾറെഡി എത്ര ഹൈറ്റിലുള്ള? 9.8 മീറ്ററിൽ അല്ലേ. ഓൾറെഡി എത്രയുള്ള? 4.9 മീറ്റർ. ഓൾറെഡി 9.8 മീറ്ററുള്ള. അപ്പോൾ ടോട്ടൽ ഗ്രൗണ്ടിൽ എത്രയുടെ? 9.8 + 4.9 which is 14.7 meter. Is that clear, ladies and gentlemen? Is that clear? ഇനി ഇത് നിങ്ങൾ 1-2 വട്ടം ഒന്ന് പോസ് ചെയ്തിട്ട് സാധനം കേൾക്കും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സജഷൻസ് ഒക്കെ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുക. സോ ദാറ്റ് നമുക്ക് ഇനി വരുന്ന സെഷൻസ് നല്ലതാക്കാം. ഓക്കെ, അപ്പം എവരിബഡി ഗുഡ് നൈറ്റ്. പഠിക്കുക. ബൈ. അപ്പോൾ നാളെ കാണാം. ഓക്കെ.